कृष्ण कृष्ण मुकुन्द जनार्दन कृष्ण गोविन्द नारायण हरे अच्युतानन्द गोविन्द माधव सच्चिदानन्द नारायण हरे. സമൂഹ പ്രാർത്ഥനയാണ്. കലികാലത്തിന്റെ പ്രത്യേകത കലോ സംഘബലം ബലം എന്ന് പറയും. കൂട്ടത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിക്കാണ് കൂടുതൽ പ്രാധാന്യം. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമ്മളുടെ വേദിയിലിരിക്കുന്ന ആളുകളും അതേപോലെ ഈ ഓൺലൈനിൽ അനവധി ആളുകൾ ഈ സമയത്ത് ഭഗവാനോട് ഇതാ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോ ആരൊക്കെയാണോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അവർക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നതായിരിക്കുന്ന മന്ത്രം ജപിക്കാം. എന്നിട്ട് ആ പൂക്കള് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തുള്ള എല്ലാവർക്കും സുഖമുണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം ഭാഗവത സന്ധ്യ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് പറഞ്ഞു തരുന്ന മന്ത്രങ്ങളൊക്കെ എല്ലാവർക്കും ജപിക്കാവുന്നതാണ്. സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ ആണ് മനസ്സിലേക്ക് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഭഗവാനെ മനസ്സിലേക്ക് അങ്ങനെ നന്നായിട്ട് ധ്യാനിച്ചുകൊണ്ട് എല്ലാവിധ ആഗ്രഹവും സാധിക്കണേ, നിങ്ങളുടെ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരണേ, നിങ്ങളെ രക്ഷിക്കേണ്ട എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ശ്ലോകങ്ങൾ പറഞ്ഞു തരാം. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവാ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീതതോസി മയാ നാഥ മുക്തിയർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യാ. ദാസോഹം തവ കേശവ സുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാപ്രകാശേന അജ്ഞാനം വിനാശയാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണ നമോസ്തുതേ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വാസുദേവായ
ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കണ്ണടച്ച് അതിമനോഹരമായ ഭഗവാന്റെ സ്വരൂപത്തെ, മഹാവിഷ്ണു സ്വരൂപത്തെ മനസ്സിലേക്ക് നന്നായി ധ്യാനിച്ചുകൊണ്ട് ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട ഞൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാല അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണ മോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി വാലിട്ട തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി മൈൽപ്പീലി അണിഞ്ഞുകൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ സപ്താഹ മണ്ഡപത്തിൽ നമ്മളെ മുഴുവനും അനുഗ്രഹിക്കുവാൻ എപ്രകാരമാണോ കാത്തിരിക്കുന്നത്, ആ ഭഗവാന്റെ സ്വരൂപം എല്ലാ സമയത്തും ഞങ്ങൾക്ക് മനസ്സിലേക്ക് കാണുവാനായി സാധിക്കണേ. ദുഃഖമില്ലാതെ, ദാരിദ്ര്യമില്ലാതെ, പരസ്പര സ്നേഹത്തോടുകൂടി പരസ്പര ബഹുമാനത്തോടുകൂടി ജീവിക്കുവാനായി സാധിക്കണേ. ഞങ്ങളെല്ലാവിധ ആഗ്രഹത്തിനെയും ഭഗവാനെ അങ്ങതാവെന്ന് സാധിപ്പിച്ചു തരണേ. ഞങ്ങളെല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കണേ. ഞങ്ങളെ ബാധിച്ച ദുരിതങ്ങൾ മുഴുവനും ഇല്ലാതായിട്ട് തീരണേ ഭഗവാനെ. ഞങ്ങളെല്ലാവിധ ആഗ്രഹത്തിനെയും ഭഗവാനെ അങ്ങതാവെന്ന് സാധിപ്പിച്ചു തരണേ. ഞങ്ങളുടെ എല്ലാവിധ രോഗങ്ങളെയും ഇല്ലാതാക്കി തീർക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തിലേക്ക് ദീപാരാധന നടത്തുമ്പോൾ സർവ ഐശ്വര്യത്തിന് നന്നായി പ്രാർത്ഥിച്ച് ഭഗവാന്റെ തിരുനാമം ഹരേ രാമ മന്ത്രം കലിസന്തരണ ഉപനിഷത്ത് മന്ത്രം ജപിച്ച് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തുള്ള എല്ലാവർക്കും സുഖമുണ്ടാവണേ, ശാന്തി ഉണ്ടാവണേ, സമാധാനം ഉണ്ടാവണേ എന്നുള്ള ഭാവത്തിൽ ഭഗവാന്റെ തിരുനാമം ജപിച്ച് ദീപാരാധന സമയത്ത് നമുക്കും ഭഗവാനോട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഭാഗവത പ്രഭാഷണത്തിന്റെ മുന്നിലേക്ക്, ഭാഗവത പാരായണത്തിന്റെ മുന്നിലേക്ക് നമുക്കിതാ 3ാമത്തെ ദിവസവും എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ എന്തെന്നില്ലാത്ത അനുഗ്രഹം കൊണ്ടാണ് ഒരാൾക്ക് ഭാഗവതത്തിന് മുന്നിലേക്ക്, സത്സംഗത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുക. അങ്ങനെ സത്സംഗത്തില് എത്തിച്ചേരുമ്പോ നമ്മളുടെ എല്ലാവിധ ഇന്ദ്രിയങ്ങളും എത്രത്തോളം ഭഗവാനോട് ബന്ധപ്പെടുത്താനായിട്ട് ഇതാ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ആ പരമമായിരിക്കുന്ന ആനന്ദത്തിനെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണ് ഉള്ളത്. അതില് 1ാമത്തെ സ്കന്ധം, 2ാമത്തെ സ്കന്ധം. ആദ്യത്തെ സ്കന്ധത്തിലാണ് നമ്മൾ പറഞ്ഞു ഭാഗവതമാകുന്ന വൃക്ഷം ഭക്തിയാകുന്ന തടത്തിലാണ് നിലനിൽക്കേണ്ടത്. അപ്പോ ഭാഗവതം കേൾക്കുന്ന ആള് പരീക്ഷിത് മഹാരാജാവ്. ആ പരീക്ഷിത് മഹാരാജാവിനെ 1ാമത്തെ സ്കന്ധത്തില് നമ്മൾ വിസ്തരിച്ചു. അപ്പൊ നമ്മളൊക്കെ എങ്ങനെ ആയിരിക്കണം? പരീക്ഷിത്തായിരിക്കണം എന്ന് പറയും. പരീക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? 7ാമത്തെ ദിവസം തക്ഷകൻ എന്ന പേരായിരിക്കുന്ന സർപ്പത്തിന്റെ കടിയേറ്റ് ഞാൻ മരിക്കും എന്ന് പൂർണ്ണ ബോധമുള്ള ആളാണ് പരീക്ഷിത് മഹാരാജാവ്. നമുക്കൊക്കെ മരണമുണ്ട്, എല്ലാവർക്കും ഉണ്ട് മരണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ആ മരണത്തിനെ ഓർക്കണില്ല. ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും, ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും, ഈ മൈക്കിന്റെ മുന്നില് ഞാൻ എപ്പോഴും ഉണ്ടാവും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാവരും. തന്റെ മരണത്തിനെ ജീവിതത്തില് ആരും ഇതാ ഓർക്കില്ല. അപ്പൊ എപ്പോഴാ ഈ ലോകത്തുനിന്ന് യാത്രയാവേണ്ടത് എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷെ പരീക്ഷിത് മഹാരാജാവിനെ പറ്റിയിട്ട് ഒരു കാര്യമുണ്ട്. എന്താ? 7 ദിവസം മരിക്കില്ല. എന്തുണ്ടായി കഴിഞ്ഞാലും ശരി 7 ദിവസം മരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ്. അപ്പൊ സത്യത്തിൽ ഇത് ശാപമാണോ അനുഗ്രഹമാണോ? അനുഗ്രഹമാണ് എന്ന് പറയാം അല്ലെ? മറ്റുള്ള ആൾക്കാരുടെ സ്ഥിതിയോ ഉത്തര ക്ഷണജീവനെ, അടുത്ത ക്ഷണത്തില് എന്താണ് ഈ ലോകത്ത് സംഭവിക്കുക എന്നുള്ളത് ആർക്കും പറയാനായിട്ട് ഇതാ സാധിക്കില്ല. പക്ഷെ പരീക്ഷത്തിന് ഉറപ്പാണ്. എന്താ? 7 ദിവസം ഞാൻ ഈ ലോകത്ത് ഇതാ ഉണ്ടായിരിക്കും. അപ്പോ മരണമുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ
അവര് ചെയ്യേണ്ടത് എന്താണ്? എപ്പോ മരിച്ചു എന്നുള്ളതിനല്ല പ്രാധാന്യം, എത്രത്തോളം കാലം ജീവിക്കുന്നുവോ ആ സമയത്തൊക്കെ നമുക്ക് ആനന്ദമാണ് ഉണ്ടാവേണ്ടത്, സന്തോഷമാണ് ഉണ്ടാവുക. സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുന്നതിനാണ് പ്രാധാന്യം. കണ്ണില് വെള്ളം ഒലിപ്പിച്ച് ഇങ്ങനെ ഈ നരകത്തീ ഈ നരകത്തീ ഈ നരകത്തീ ഞാനിരിക്കുന്ന സ്ഥലം മുഴുവൻ ദുഃഖാടേ 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 എന്ന് വിചാരിച്ച് ഓരോ നിമിഷവും കടിയല്ല വേണ്ടത്. ഉള്ളതായിരിക്കുന്ന സമയം എന്ത് വേണം? പരമമായിരിക്കുന്ന സന്തോഷമാണ് ഉണ്ടാവുന്നത്. ആ സന്തോഷം ഉണ്ടാവാൻ അകപ്പാടെ ഒരേ ഒരു മാർഗേ ഭാഗവതത്തിന്റെ മുന്നില്, ഭഗവാന്റെ മുന്നില് ഭഗവത്പരന്മാരായിട്ട് ജീവിക്കാനായിട്ട് ഇതാ സാധിക്കും. ഈശ്വര കഥയുടെ മുന്നിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളെല്ലാതും ഇതാ മറക്കുക. ഒരു ദുഃഖവും ഉണ്ടാവാതിരിക്കണം വെച്ചാൽ ഭഗവാന്റെ അടുത്ത് എത്രത്തോളം അടുത്തിരിക്കാൻ പറ്റുമോ അത്രത്തോളം അടുത്തിരിക്കുന്ന സമയത്ത് ആ പരമമായിരിക്കുന്ന ആനന്ദത്തിനെ ഭഗവാൻ ഇതാ പ്രദാനം ചെയ്യുന്നു. അതാണ് പരീക്ഷത്തിന്റെ പ്രത്യേകത. പരീക്ഷത്ത് ഇപ്പോ 7 ദിവസം ആയുസുണ്ട് എന്ന് മനസ്സിലായിട്ടും പരീക്ഷത്ത് വേറൊരു സ്ഥലത്തേക്ക് പോയില്ല. അപ്പൊ നമ്മൾ സ്ഥിതി ആലോചിച്ച് നോക്കൂ, നാളെ മരിക്കും എന്ന് അങ്ങോട്ട് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അയാൾക്ക് ഒരു അടിയടിയും കൊടുക്കാണ്ട് കേട്ടോ, കൊടുത്ത് വരട്ടെ. ആരെങ്കിലും വിചാരിക്കുമോ? ആരും വിചാരിക്കില്ല. അങ്ങനെ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ട് വെച്ചാൽ അവരുടെ അടുത്ത് പോയിട്ട് നമ്മൾ പറയും, അയ്യോ അറിയാതെ കേട്ടോ ചെയ്തത്, നിങ്ങൾക്ക് ഒന്നും തോന്നരുത് കേട്ടോ, നിങ്ങളുടെ അടുത്തുനിന്ന് പണ്ട് കുറച്ച് പണമൊക്കെ പോയില്ലേ, അത് ആരാ എടുത്തത് എന്നാ വിചാരിച്ചത്? ഞാനാ. അത് കുറച്ച് പൈസ എടുത്തുള്ളൂ, അതിന്റെ പലിശയൂടി കൂട്ടിയിട്ട് ഇതാ തരുത് പറഞ്ഞ് ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ ഇതാ ശ്രമിക്കും അല്ലേ. ഇതിപ്പോ ശ്രമിക്കാത്തതിന്റെ കാരണം എന്താ? നമ്മുടെ വിചാരം എന്താ? ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും, ഞാൻ എന്നും ഇവിടെ ഉണ്ടാവും, എന്നും ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഭൗതിക സുഖത്തിന്റെ പിന്നാലെ നമ്മൾ അങ്ങനെ അതാ ഓടിപ്പോണത്. എന്താ പരീക്ഷിത് മഹാരാജാവിനോ ഉറപ്പായി ഭഗവത് കഥകളുടെ മുന്നില് ഇരിക്കുകയാണ് വേണ്ടത് എന്ന്. അങ്ങനെയാണ് ആ പരീക്ഷ. അപ്പൊ നമ്മൾ ആരായിട്ട് തീരണം? പരീക്ഷത്തായിട്ട് തീരണം എന്ന് പറയും. പരീക്ഷിത് ശ്രവണേ മുക്തി. പരീക്ഷിത് മഹാരാജാവിന് ശ്രവണം കൊണ്ടാണ് മുക്താവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചത്. അപ്പൊ ശ്രവണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ഇന്ദ്രിയം ആണ്. ശ്രവണത്തിന് ഉള്ള ഇന്ദ്രിയം ഏതാണ്? അതാണ് കാത് അല്ലെ. കാതാണ് ശ്രവണത്തിനുള്ള ഇന്ദ്രിയം. അപ്പൊ കാതിന് എന്താകൃതിയാണുള്ളത് അല്ലെ? കാതിന് മുറത്തിന്റെ ആകൃതിയാണ്, കൊമ്പ് മുറത്തിന്റെ ആകൃതിയാണ്. അതാണ് ഗോകർണൻ. ഗോകർണൻ എന്ന് പറഞ്ഞാൽ പശുവിന്റെ കാതിന്റെ ആകൃതിയില് കാതുള്ള ആളെയാണ് എന്ത് പറയാ? ഗോകർണൻ എന്ന് പറയാം. അപ്പൊ എന്താ മുറത്തിന്റെ പ്രത്യേകത? നമ്മളെ കാത് മുറം പോലെ ആവണം എന്ന് പറയും. ഇവിടേക്ക് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയാ. കൊമ്പ് മുറം എന്ന് പറയും അല്ലെ. എന്താ ആ മുറത്തിന്റെ പ്രത്യേകത? മുറത്തിന്റെ പ്രത്യേകത ആവശ്യമുള്ളതിനെ ഉള്ളിലേക്ക് എടുത്തു വെക്കും, ആവശ്യമുള്ളതിനൊക്കെ പുറത്തേക്ക് ഇതാകുന്നുണ്ട്. അതാണ് മുറത്തിന്റെ പ്രത്യേകത. അതേപോലെ ആയിരിക്കണം നമ്മളെ കാത് എന്ന് പറയും. ആവശ്യമുള്ളതിനെ മാത്രം ഉള്ളിലേക്ക് ആക്കാനായിട്ട് സാധിക്കണം. അതാണ് ഭാഗവതമൊക്കെ കേൾക്കുന്ന ആൾക്കാര് പല തരത്തിലുള്ള ആൾക്കാരാണ്. ചിലവരെ പോലെ ആവരുത്, ഒട്ടകത്തിനെ പോലെ ആവരുത് അല്ലെ. ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താ? ഒട്ടകം ഈ പൂന്തോട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അത് നല്ല ചെടികൾ കുറെ ഉണ്ട്, അതൊന്നും കഴിക്കില്ല, അതൊന്നും കാണില്ല. മുൾച്ചെടിയാണ് കേട്ടോ. മുൾച്ചെടി കടിച്ച് എന്ത് ചെയ്യും? തന്റെ നാവിലൂടെ വരുന്നതായിരിക്കുന്ന രക്തം താൻ തന്നെ കഴിക്കും. അതാണ് ഒട്ടകത്തിന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഈ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒട്ടകാവരുത്. ചീത്ത വസ്തുക്കളെല്ലാം കാണുന്നത് എന്താ? നല്ലതിനെ മാത്രം കാണാനായിട്ട് ദാസം. ആരോഗ്യതേ ഇതി ലോകഹ എന്ന് പറയും. കാഴ്ചയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. ഒരു വസ്തുവിൽ നമ്മൾ എന്ത് കാണുന്നുവോ നമ്മൾ അതായിട്ട് തീരുന്നു. നല്ലതിനെ കണ്ടു കഴിഞ്ഞാൽ നല്ലതായിട്ട് തീരണം അല്ലെ. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ചരിത്രം. ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഗംഗയിൽ ഇറങ്ങി കുളി കഴിഞ്ഞ് തിരിച്ചതാ വരുമ്പോ ഒരാൾ വായയിൽ നിറച്ച് മുറുക്കാനാക്കി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് തുപ്പും. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഒന്നും പറയില്ല. അദ്ദേഹം എന്ത് ചെയ്യും? പിന്നെയും ഗംഗയിൽ ഇറങ്ങി കുളിക്കും. അപ്പോഴും അത് അദ്ദേഹം വായയിൽ നിറച്ച് മുറുക്കാനാക്കി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് ഇതാകും. അപ്പോഴും ഉണ്ട്. 21 പ്രാവശ്യം ഗംഗയിൽ ഇറങ്ങി കുളി കഴിഞ്ഞ് വരുമ്പോ വായയിൽ നിറച്ച് മുറുക്കാനാക്കിയ ആള് ഈ സന്യാസി ശ്രേഷ്ഠന്റെ മുഖത്തേക്ക് തുപ്പാതെ എന്ത് ചെയ്തു? പുറത്തേക്ക് തുപ്പി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് എന്തേ അങ്ങയുടെ കൈകൊണ്ട് എനിക്ക് 2 എണ്ണം തരാതിരുന്നത്? എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തേ എന്നെ ചീത്ത പറയാതിരുന്നത്? ഇങ്ങനെയൊക്കെ ഞാനിത് അങ്ങയ്ക്ക് വേണ്ടിയിട്ട് അങ്ങയോട് എതിരിട്ട് നിന്നിട്ടും അങ്ങ് എന്തേ എന്നെ എങ്ങനെയൊന്നും ഉപദ്രവിക്കാതിരുന്നത് ചോദിച്ചു.
അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ എന്തിനാ നിന്നെ അടിക്കുന്നത്, നിന്നെ ചീത്ത പറയുന്നതിന് വേണ്ടി, നീ നല്ല കാര്യമല്ലേ ചെയ്തത് ചോദിച്ചു. എന്ത് നല്ല കാര്യം? അങ്ങയുടെ മുഖത്തേക്ക് തുപ്പിയത് നല്ല കാര്യമാണ്. അതെന്താ അങ്ങ് നല്ല കാര്യമാണ് എന്ന് പറയാനുള്ള കാരണം ചോദിച്ചു. അതെന്താ ചോദിച്ചാൽ, ഞാൻ സാധാരണ ഈ ഗംഗയില് ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ കുളിക്കാറുള്ളൂ. ഇന്ന് നീ എന്റെ മുഖത്തേക്ക് തുപ്പിയതുകൊണ്ട് എന്തുണ്ടായി? ഇപ്പോ 21 പ്രാവശ്യം ഗംഗയിൽ ഇറങ്ങി ഞാൻ കുളിക്കാനുള്ള കാരണക്കാരനാരാ? നീ മാത്രമാണ്. അവരെയാണ് സന്യാസി ശ്രേഷ്ഠന്മാര്, സജ്ജനങ്ങള് എന്നൊക്കെ പറയും അല്ലെ. മറ്റുള്ളവരുടെ ദോഷത്തിനൊന്നും കാണാതെ അവരിൽ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിരിക്കും. ആ ഗുണത്തിനെ മാത്രം നമ്മൾ കാണുമ്പോൾ നമ്മളെ മനസ്സെന്തായി? നമ്മുടെ മനസ്സ് സന്തോഷമായി. അപ്പോഴാണ് നമുക്ക് ഇതാ ശാന്തി ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് സജ്ജനങ്ങള് എന്ന് പറയാം. അപ്പൊ അങ്ങനെ എല്ലാത്തിനെയും ക്ഷമിക്കാനായിട്ട് ഇതാ സാധിക്കും. ഇന്ന് എന്തോ ഭാഗ്യം കൊണ്ട് ഈ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റിയിട്ട് നമ്മളെ നാവിലൂടെ വന്നു. അതെന്താണ്? അദ്ദേഹത്തിന്റെ ജയന്തി കൂടിയാണ്. ഇന്ന് പൂർണിമയാണ്, പൗർണമി ദിവസമാണിത്. അപ്പൊ ആ മഹാപ്രഭുവിനെ നമ്മള് ഇന്ന് നന്നായിട്ട് ഓർക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രത്യേകമായിട്ട് അഭിഷേകാദി കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കുന്ന സമയമാണ്. അപ്പൊ ക്ഷമയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. ഒരാൾ എന്ത് കാണുന്നുവോ നല്ലതിനെ കാണുന്ന സമയത്താണ് നമ്മൾ നല്ലതായിട്ട് ഇതാകും. അതാണ് ഗോകർണൻ എന്ന് പറയും. ഗോകർണൻ എന്ന് പറഞ്ഞാൽ കാതിലൂടെ നല്ലതിനെ മാത്രം കേൾക്കുക, നല്ലതിനെ നമ്മളെ മനസ്സിൽ വെക്കുമ്പോഴാണ് നമുക്ക് ശാന്തി ഉണ്ടാവുന്നത്, സമാധാനത ഉണ്ടാവുന്നത്. അപ്പൊ ഒട്ടകങ്ങളെ പോലെ ആവരുത്, പിന്നെ തത്തയെ പോലെ ആവരുത്. തത്തയുടെ പ്രത്യേകത എന്താണ്? തത്തമ്മേ പൂച്ച പൂച്ച പറയും. എന്താണോ നമ്മൾ അങ്ങോട്ട് പറയുന്നത് അത് തന്നെയാണ് തത്ത തിരിച്ചതാ പറയുക അല്ലെ. തത്തയെ കണ്ടു കഴിഞ്ഞാൽ തത്തമ്മേ പൂച്ച പൂച്ച പറഞ്ഞ തത്ത എന്ത് പറയും? തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയും. ഇപ്പൊ ഭാഗവതം കേൾക്കുന്ന ആൾക്കാര് ഇവിടുന്ന് എന്താണോ പറയണത് അതേപോലെ മനസ്സിലാക്കിയല്ല വേണ്ടത്. എന്താണോ എനിക്ക് മനസ്സിലാവേണ്ടത് അതിന്റെ ഉള്ളിലെ തത്വം, ആ തത്വത്തിലേക്ക് നമ്മൾ എന്ത് വേണം? കുറേശ്ശെ ഇങ്ങനെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ആരായിട്ട് തീരണം എന്ന് ചോദിക്കുമ്പോ ഹംസമായിട്ട് തീരണം എന്നത് ഹംസത്തിന്റെ പ്രത്യേകത. എന്താ ഹംസത്തിന്റെ പ്രത്യേകത? പാലും വെള്ളം കൂടി കൂട്ടിവെച്ച് കഴിഞ്ഞാൽ അതില് വെള്ളത്തിനെ മാറ്റി നിർത്തി പാലിനെ മാത്രം സ്വീകരിക്കുക. അതാണ് ഹംസത്തിന്റെ പ്രത്യേകത. ഇതേപോലെ അവനവന് എന്താണോ വേണ്ടത് അതിനെ മാത്രം സ്വീകരിക്കാനുള്ള ഒരു കഴിവ് ആ ഭാഗവതം കേൾക്കുന്നതായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഭാഗവതം ഓരോ അധ്യായത്തിന്റെയും അവസാനത്തില് പാരമഹംസ്യാം സംഹിതായം, ഇത് പരമഹംസ സംഹിതയാണ്, പരമഹംസ സംഹിതയാണ് ഈ ശ്രീമദ് ഭാഗവതം. അങ്ങനെ ഓരോരോ അധ്യായവും നമ്മൾ കേൾക്കുന്നതിനനുസരിച്ച് വേണ്ടതിനെ നമുക്ക് കേട്ട് ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന ചിറക് ഇങ്ങനെ ഉയർത്തി 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 നമ്മൾ ഓരോരോ അധ്യായവും കേൾക്കുമ്പോൾ ഓരോ രീതിയിൽ ഈശ്വരനെ ഉപാസിക്കുമ്പോൾ ഈ ജീവാത്മാവ് പരമാത്മാവിലേക്ക്, ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് ഭാഗവതം ഓരോ അധ്യായം കേൾക്കുന്ന സമയത്തും ഭഗവാനെ ഉപാസിക്കുന്ന സമയത്തുള്ള പ്രത്യേകത. അപ്പൊ ഇങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവിനെ അവതരിപ്പിച്ചു. ഭാഗവതം പറയുന്നതായിരുന്ന ശ്രീശുബ്രഹ്മർഷിയെ ഭാഗവതത്തിൽ അവതരിപ്പിച്ചു. വേദവ്യാസ മഹർഷിയുടെ പുത്രനായിട്ടാണ് ശ്രീശുബ്രഹ്മർഷി ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. 16 വയസ്സ് പ്രായത്തിലാണ് ഭഗവാൻ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. പരമമായിരിക്കുന്ന ജ്ഞാനം ഉള്ളതായിരിക്കുന്ന ആളാണ് സാക്ഷാൽ ശ്രീശുബ്രഹ്മർഷി. ആ ശ്രീശുബ്രഹ്മർഷിയുടെ മുഖത്തിലൂടെയാണ് ശ്രീമദ് ഭാഗവതം ഇവിടെ പ്രചരിപ്പിച്ചത്. പ്രചരണം ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ ശ്രീശുബ്രഹ്മർഷിയാണ്. പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സമയത്താണ് അവിടെ സൂത പൗരാണികൻ ആ ഭാഗവത കേൾക്കുന്നത്. സൂതനാണ് 18,000 മഹർഷിശ്വരന്മാർക്ക് ഈ ഭാഗവത കഥകളൊക്കെ പറഞ്ഞതാ കൊടുക്കുന്നു. ഇങ്ങനെ 2 സ്കന്ധങ്ങൾ. പിന്നീടാണ് 3ാമത്തെ സ്കന്ധം. 3ാമത്തെ സ്കന്ധത്തിന്റെ പേരാണ് തൃതീയ സ്കന്ധം. 3ാമത്തെ സ്കന്ധം. അപ്പൊ 3ാമത്തെ സർഗം മുതൽ ലക്ഷണത്തോട് കൂടിയതായിരിക്കുന്ന ഭാഗവതം ആരംഭിക്കും. ഭാഗവതത്തിന് 10 ലക്ഷണാണ് എന്ന് പറയും. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. 10ാമത്തെ ലക്ഷണമാണ് ആശ്രയം. സാക്ഷാൽ ഭഗവാനെയാണ് ആശ്രയിക്കേണ്ടത്, ആ ഭഗവാന്റെ പാദങ്ങളെയാണ് ആശ്രയിക്കേണ്ടത് എന്നുള്ളതിനെ ഓരോരോ സ്കന്ധങ്ങളായി ഇങ്ങനെ പറഞ്ഞു തന്ന് ഭഗവാനെ ആശ്രയിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്നുള്ളതായിരിക്കുന്ന ഭാവത്തിലേക്ക് ഈ ഭാഗവതം നമ്മളതാ കൊണ്ടുപോകുന്നു. ഇതിൽ 3ാമത്തെ സ്കന്ധത്തിൽ സർഗം എന്നുള്ളതാണ് ലക്ഷണം. സർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി എന്നർത്ഥം. ബ്രഹ്മാവിലൂടെ
ഭഗവാൻ എങ്ങനെയാണ് ഈ ലോകത്തിനെ സൃഷ്ടിച്ചത്. അത് നമ്മൾ ഇന്നലെ പ്രഭാഷണത്തില് കുറച്ചൊന്ന് സൂചിപ്പിച്ചു. എന്താണ്? ജന്മാദ്യസ്യേതൊന്വയാദിതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദയ ആദികവയെ. തേനേ ബ്രഹ്മഹൃദ. തേനേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന് എന്നുള്ള ധാതുവിൽ നിന്നാണ് തേനേ എന്നുള്ള പദം ഉണ്ടായത്. തന് ധാതുവിന് തന് വിസ്താരേ എന്നാണ് അർത്ഥം. വിസ്തരിക്കുക. എങ്ങനെ വിസ്തരിക്കുക? ഈ ലോകത്തിനെ ഭഗവാൻ ഇതാ വിസ്തരിച്ചു. എങ്ങനെ? ബ്രഹ്മാവിലൂടെയാണ് വിസ്തരിച്ചത്. അപ്പൊ ആ സൃഷ്ടി പ്രക്രിയയാണ് തൃതീയ സ്കന്ധത്തില് വർണ്ണിച്ചതാ വരുന്നത്. അതില് 2 സംവാദങ്ങളാണ് ഉള്ളത്. ഒന്ന് വിതുര ഉദ്ധവ സംവാദം, മറ്റൊന്ന് വിതുര മൈത്രേയ സംവാദം. അതിൽ ആരാണ് വിതുരൻ എന്നുള്ളതിനെ നമ്മൾ ഇന്നലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു അല്ലെ? വിതുരൻ ധർമ്മരാജാവിന്റെ അംശാവതാരമായിട്ടാണ് ഇവിടേക്ക് അവതരിച്ചത്. ധൃതരാഷ്ട്രര്, അതേപോലെ ഗാന്ധാരി, ഇതേപോലെ കുന്തിദേവി, അതേപോലെ പാണ്ഡു, ഇവരൊക്കെയാണ് മഹാഭാരതത്തിലെ ചില കഥാപാത്രങ്ങളൊക്കെ. അപ്പൊ മഹാഭാരതത്തിന്റെ അവസാന ഘട്ടം മുതലാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ഇവിടെ രാജ്യം ഭരിക്കാൻ ആളില്ലാതായതോടുകൂടി ഭീഷ്മപിതാമഹര് 3 സ്ത്രീജനങ്ങള്, സഹോദരിമാര്, 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അംബ, അംബിക, അംബാലിക അല്ലെ, 3 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. ആ 3 പെൺകുട്ടികളെയും അടുത്തേക്ക്, രാജകുമാരിമാരെയും അടുത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇവിടെ രാജ്യം ഭരിക്കാൻ ഇനി ഒരു സന്തതി ഉണ്ടാവണം. അതിന് വേദവ്യാസ മഹർഷിയോട് ഞാനിത് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. വേദവ്യാസ മഹർഷിയുടെ അടുത്തേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നിങ്ങൾക്കിത് സന്തതി ഉണ്ടാവുന്നു. അപ്പൊ അംബ എന്ന് പറഞ്ഞതായിരിക്കും രാജകുമാരി പറഞ്ഞു, എനിക്ക് പറ്റും തോന്നണില്ല കേട്ടോ. ഞാന് ഒരു രാജകുമാരനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വർത്താനമൊക്കെ പറയാറുണ്ട്. വാട്സപ്പിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഒക്കെ അത് അയക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ. അഭിനയിക്കോട്ടെ, നിനക്ക് വേണ്ടെന്ന് വെച്ചാൽ വേണ്ട. അതാണ് അവർക്ക് ആ സ്വാതന്ത്ര്യത്തിനെ കൊടുക്കുന്നുണ്ട് അല്ലെ? സ്ത്രീകൾക്ക് എപ്പോഴും സ്വാതന്ത്ര്യത്തിനെ കൊടുത്തുകൊണ്ട് മാത്രമാണ് സംസ്കാരം എന്ന് പറയുന്നത്. അമ്മയോട് വന്നു. പിന്നെ അംബിക, അംബാലിക 2 പേര് വന്നു. 2 പേര് വന്നതോട് കൂടിയിട്ട് അവര് വേദവ്യാസ മഹർഷിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഒരാള് കണ്ണടച്ചിട്ടും മറ്റൊരാള് ശരീരം മുഴുവനും മറച്ചിട്ടുമാണ് വേദവ്യാസ മഹർഷിയുടെ അടുത്തെത്തിക്കുന്നത്. അങ്ങനെ 2 കുട്ടികളുണ്ടായി. ആരൊക്കെയുണ്ടായി? ഒന്നൊരു പുരുഷൻ മറ്റൊരു പാണ്ഡൻ നന്നായി വരുമോ ദുരിതം ചെയ്താൽ. ഒരാൾക്ക് കണ്ണും കാണില്ല, മറ്റൊരാളുടെ ശരീരത്തില് വെളുപ്പതായിരിക്കുന്ന നിറം. പാണ്ഡു പിടിച്ച ആൾക്ക് പാണ്ഡു എന്ന് പേരിതാ കിട്ടി. കണ്ണ് കാണാത്ത ആൾക്കോ ധൃതരാഷ്ട്രന്ന് പേരിതാ കിട്ടി. പിന്നീടാണ് ദാസിയുടെ അടുത്ത് എത്തിച്ചേർന്നത്. വേദവ്യാസന് ദാസി പുത്രനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചതായിരിക്കുന്ന ആളാണ് സാക്ഷാൽ യമധർമ്മരാജാവിന്റെ അംശാവതാരമായി വിതുരൻ. ആ വിതുരനോ നല്ല ഭക്തനായിരിക്കുന്ന ആളാണ്. ഇതൊരു ഭക്തി അറിയില്ല. ശ്രീകൃഷ്ണ ഭക്തി ഇത്രയധികം ഉള്ളതായിരിക്കുന്ന ആളുകൾ വേറെ ആൾക്കാരെ കാണാൻ സാധിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ കൗരവരുടെ അടുത്ത് പോയിട്ട് കൗരവർക്ക് വേണ്ട ഓരോ കാര്യങ്ങളൊക്കെ അതാ പറഞ്ഞു കൊടുക്കും. ധൃതരാഷ്ട്രമൊക്കെ കാണും, ഗാന്ധാരിയൊക്കെ കാണും, വർത്തമാനമൊക്കെ പറയും. കഴിഞ്ഞു പോരുന്ന സമയത്ത് ദുര്യോധനൻ അവിടെ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയും, കൃഷ്ണ ഉച്ചയ്ക്ക് ഇന്ന് ഇവിടുന്ന് ആവാട്ടോ ഊണ്. നീ ഒരാൾ അധികം ഉണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് നാഴിയരി അധികം വെക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇവിടുന്ന് ഊണ് കഴിച്ചാൽ മതി പറയുമ്പോ ഭഗവാൻ പറയും, എന്തിനാ ദുര്യോധനേട്ടാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ഷണിക്കണത്? എനിക്ക് എപ്പോ വേണമെന്ന് വെച്ചാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ചൂടെ, പക്ഷെ ഇന്ന് ഇവിടുന്ന് അല്ലാട്ടോ എന്ന് പറഞ്ഞ ഒരൊറ്റ ദിവസം പോലും ദുര്യോധനന് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കാതെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങി വിതുരന്റെ കൊട്ടാരത്തിലേക്ക് കയറിയതാവരും. വിതുരന്റെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞാലോ വിതുരന്റെ കൊട്ടാരം തന്റെ ഒരു കൊട്ടാരം പോലെയാണ് ഭഗവാൻ ഇതാക്കാൻ. അങ്ങനെ ഭഗവാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മളൊക്കെ കണ്ടല്ലോ, ഒക്കെ ഇവിടെ വരുന്ന സമയത്ത് ആർക്കും ഒരു കരുതിയില്ല. ആരൊക്കെയാണോ വന്നു ചേർന്നത് അവരെല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തതുപോലെ തന്റെ ഒരു ഗൃഹം പോലെയാണ് ശ്രീകൃഷ്ണ ഭഗവാനും അത്. ആ സ്നേഹബന്ധം കൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുക. ഭഗവാന് രണ്ടില്ല, ഭക്തരെ തന്റെ പോലെയാണ് ഭഗവാൻ ഇതാക്കാനും. അങ്ങനെ വിതുരന്റെ കൊട്ടാരത്തിൽ തന്റെ കൊട്ടാരം പോലെ കണ്ട് എല്ലാ കാര്യങ്ങളും ഭഗവാൻ ഇതാ ചെയ്യും. ഇടയ്ക്ക് വിതുരനോട് പറയും, വിതുര എനിക്ക് കാല് വേദനയായിട്ട് വയ്യ, അങ്ങനെ ഒരു കാര്യം ചെയ്യൂ, ഇവിടെ ഇരിക്കൂ, അങ്ങയുടെ മടിയിലേക്ക് ഒന്ന് തല വെച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോ വിതുരന്റെ മടിയിലേക്ക് തലയും വെച്ചതാ കിടക്കും. ആലോചിച്ച് നോക്കൂ, ആരാ ഈ വിതുരന്റെ
മടിയിൽ തലയും വെച്ചു കിടക്കുന്നത്. സഹസ്രശീർഷ്ണ ചരണോപധാനാം. സഹസ്രശീർഷ്ണം എന്ന് പറഞ്ഞാൽ അനന്തൻ. അനന്തന്റെ പുറത്ത് കിടക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവാണിതാ ഇപ്പോ തന്റെ ഭക്തരായിരിക്കുന്ന വിതുരന്റെ മടിയിലേക്ക് തലയിൽ വെച്ചതാ കിടക്കണത്. ഭഗവാന് കിടക്കണമെന്നുണ്ടായിട്ടാണോ? അതൊന്നല്ല, ഭക്തന് സന്തോഷാവട്ടെ വിചാരിച്ചു. ഇടയ്ക്ക് പറയും കാലുവേദനയായിട്ട് വയ്യ, അതുകൊണ്ട് വിതുര അങ്ങന്റെ കാലൊന്ന് ഉഴിഞ്ഞരണേ എന്ന് പറയുമ്പോ വിതുരൻ തന്റെ കൈകൊണ്ട് ഭഗവാന്റെ കാലങ്ങനെ ഉഴിഞ്ഞതാ കൊടുത്തു അല്ലെ. ഭഗവാന് വേണ്ടിയിട്ടാണോ? അതൊന്നല്ല, ഭഗവാന് കാലുവേദന ഒന്നുമില്ല. തന്റെ ഭക്തന് സന്തോഷാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിളിക്കാതെ ആ വിതുരന്റെ കൊട്ടാരത്തിലേക്ക് ഭഗവാൻ അതാ കയറി വരും. ആ ഒരു ദിവസം ഈ ഭഗവാൻ വിതുരന്റെ കൊട്ടാരത്തിലേക്ക് കയറി വന്നപ്പോ അവിടെ വിതുരണ്ടായിരുന്നില്ല, വിതുരന്റെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നു. വിതുരന്റെ ഭാര്യയ്ക്ക് എന്തെന്നില്ലാത്ത പരിഭ്രമായിട്ട്, നമുക്ക് അച്ഛാ പരിഭ്രമാവില്ലേ? ഭർത്താവില്ലാത്ത സമയത്ത് ആരെങ്കിലും, ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഒരാള് വീട്ടിലേക്ക് കയറി വരുമ്പോ ഇനിയിപ്പോ അങ്ങാരും ചെയ്തു കൊടുക്കുന്നത് പോലെ ഒന്നും എനിക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കില്ലേ ഭഗവാനെ? എന്തൊക്കെയാ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കേണ്ടത്? എന്താ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണത്തൊന്നും അറിയില്ല. ശരിയാവോ എന്ന് വിചാരിച്ചത് ഭാര്യ ഇങ്ങനെയാണോ പരിഭ്രമിക്കുന്നത്? അതേപോലെ വിതുരന്റെ ഭാര്യയ്ക്ക് ഭഗവാൻ അതാ വീട്ടിലേക്ക് കയറി വന്നപ്പോ വല്ലാത്ത പരിഭ്രമം. പറഞ്ഞു ഭഗവാനോട്, ഭഗവാനെ അങ്ങനെ ഇവിടെ ഞാൻ വിചാരിച്ച് പോകുമെന്നും ചെയ്യരുതേ, ഭഗവാൻ ഇരിക്കൂ കേട്ടോ പറഞ്ഞ ആ ഭഗവാൻ ഇരിക്കാൻ വേണ്ടി നല്ലൊരു പലകയൊക്കെ അതാ കൊടുത്തു. ഭഗവാനെ അവിടെ അതാ ഇരുത്തി. ഇപ്പൊ എന്താ ഭഗവാന് കൊടുക്കുക? എന്തെങ്കിലും ഒന്ന് കൃഷ്ണന് കൊടുക്കണ്ടേ? എന്താ കൊടുക്കേണ്ടത് എന്ന് ആലോചിച്ചു. നേരെ അകത്ത് പോയി നോക്കിയപ്പോ അവിടെ നല്ല ഒരു കദളിപ്പഴത്തിന്റെ കൊല ഉണ്ടായിരുന്നു. നല്ല മൂത്ത് പഴുത്തതായിട്ടില്ല. ആ പഴക്കൊല എടുത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വെച്ചു. ഈ സ്ത്രീക്കാച്ച എന്തൊരു പരിഭ്രമം അറിയില്ല. ഓരോ പഴം എടുക്കുന്നുണ്ട്, അതിന്റെ തോലൊക്കെ അതാ മാറ്റുന്നുണ്ട്. എന്നിട്ട് പഴം എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഈ തോലിങ്ങനെ ഭഗവാന്റെ വായക്ക് കൊടുക്കാത്ത. ഈ കൊടുക്കണയാക്കൊരു വിവരം വിചാരിച്ചാലും കഴിക്കണയാൾക്ക് എന്തെങ്കിലും വേണ്ടേ? ഭഗവാനാണെന്നുണ്ടെങ്കിൽ ഇതെന്താണെന്ന് ആലോചിക്കണില്ല. പശുക്കളൊക്കെ പഴത്തിന്റെ തോലിക്കരെ കഴിക്കുന്നത് പോലെ ഭഗവാൻ പഴത്തിന്റെ തോലിക്കരെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ കൊട്ടാരത്തിലേക്ക് കയറി വന്ന സമയത്ത് എത്രയാ പഴം പുറത്തേക്കതാ കിടക്കണു. അത്ഭുതമായിത്രേ വിതുരൻ കൊട്ടാരത്തിലേക്ക് കയറി വന്നപ്പോ തന്റെ ഭാര്യയോട് ചോദിച്ചു, നീ എന്താ ചെയ്യണത്? എന്താ നീ കണ്ടില്ലേ? ഞാൻ കൃഷ്ണന് പഴം കൊടുക്കണത് കണ്ടില്ലേ ചോദിച്ചു അത്രേ. അതാ വിതുരൻ ചോദിച്ചത്, അല്ല നീ പഴമാണോ ഭഗവാൻ എന്താ കൊടുക്കണത്? അപ്പൊ ആ സ്ത്രീ ആലോചിച്ചു, എന്റെ ഭഗവാനെ, ഞാൻ ഇതുവരെ എനിക്ക് പഴത്തിന്റെ തോലാണോ ഭഗവാനെ തന്നത്? ഞാൻ അറിഞ്ഞില്ലാട്ടോ എന്ന് പറഞ്ഞ് അല്ലേ. അതാണ് ഭഗവാന്റെ പ്രത്യേകത. നമ്മള് എന്ത് കൊടുക്കണു ഭഗവാൻ എന്നുള്ളതല്ല, ഭഗവാൻ അത് ആലോചിക്കുക. നമ്മുടെ മനസ്സെങ്ങനെയാണ് അല്ലേ? മനസ്സിനെ ഭഗവാൻ ഇതാ കാണുക. നമ്മുടെ കയ്യിലുള്ള മുദ്രയും ഭഗവാൻ ഒരിക്കലും ഇതാ കാണില്ല. ഭക്തി ഉണ്ടോ? ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ട് വെച്ചാൽ അത് ഭഗവാൻ ഇതാ. അത്ര ഭക്തനായിരിക്കുന്ന ആളാണ് വിതുരൻ. ആ വിതുരന്റെ കൊട്ടാരത്തിനെ വിതുരൻ ഉപേക്ഷിച്ചു പോയി. ഇത്രേ. അതാണ് ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആ വീട് ഐശ്വര്യപൂർണമായിട്ട് മാറും. വിതുരന്റെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ വൃത്തിമത്ത് ഐശ്വര്യപൂർണമായതാണ് വിതുരന്റെ കൊട്ടാരം. എന്തുകൊണ്ട് വിതുരൻ ഈ കൊട്ടാരത്തിനെ ഉപേക്ഷിച്ചതാ പോയത് ചോദിച്ചു അല്ലേ. നമുക്ക് കാണിച്ചാൽ സാധിക്കും. നമ്മളൊരു വീടുണ്ടാക്കണം വിചാരിച്ചു, എത്രയോ കഷ്ടപ്പെട്ട ഒരു വീടുണ്ടാക്കി. ആ വീട്ടിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളും ആയപ്പോ ഈ വീടിനെ ഉപേക്ഷിച്ചങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സാധിക്കും? അപ്പൊ വീട് അതും ഐശ്വര്യപൂർണമായിരിക്കുന്ന വീടാണ് വിതുരന്റെ. ആ ഒരു വീട് എപ്പോഴാ ഐശ്വര്യമായിട്ട് ഇതാ മാറുക അല്ലേ. നമ്മളൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ അത് കല്ലും മണ്ണും അതേപോലെ സിമന്റും മൊസൈക്കും ഒക്കെ തന്നെ. എപ്പോഴാ അത് ഐശ്വര്യമായിട്ട് മാറുക? ആ വീട്ടില് ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് വീട് ഐശ്വര്യമായിട്ട് മാറുക. ഒരു വീട്ടില് എന്ത് വേണം? ഒരു വിളക്ക് കത്തിച്ച് തെളിക്കുമ്പോ വീട്ടില് ഐശ്വര്യം ഉണ്ടാവും. രണ്ട് സമയത്ത് നിർബന്ധമായിട്ട് ഗൃഹത്തിൽ വിളക്ക് കത്തിച്ച് വെക്കണം എന്ന് പറയും. എന്താ ഈ വിളക്ക് കത്തിച്ച് വെക്കുന്നതിന്റെ പ്രത്യേകത അല്ലേ? പല ആൾക്കാരും നമ്മളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ അങ്ങനെ വിളക്ക് കത്തിച്ച് വെക്കണത്? ഇതൊക്കെയാണ് തുടങ്ങിയാൽ പോലെ ചോദിക്കും അല്ലേ. ഇപ്പൊ തന്നെ കണ്ടല്ലോ, ഇവിടെ സപ്താഹം തുടങ്ങിയതോട് കൂടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ദീപപ്രോജ്വലനം അത് നടത്തി. എന്തിനാ ഈ ദീപത്തിനെ പ്രോജ്വലിപ്പിക്കുന്നത്? എന്താ അതിന്റെ പ്രത്യേകത? അഗ്നിക്ക് അത്രയധികം പ്രാധാന്യം ഉണ്ടാകുന്നത്. അഗ്നിയെ നമസ്കരിച്ചുകൊണ്ടാണ് എല്ലാ കർമ്മവും നമ്മൾ അത് ആരംഭിക്കുക. അഗ്നിക്ക് അത്രയധികം പ്രാധാന്യമാണ്. അപ്പോ നമ്മളെ വേദങ്ങളിൽ ശ്രദ്ധിച്ചോളൂ. വേദങ്ങളിൽ ആദ്യത്തെ വേദമാണ് ഋഗ്വേദം. ആ ഋഗ്വേദത്തിലെ ആദ്യത്തെ മന്ത്രമാണ് അഗ്നിമീളേ പുരോഹിതം
യജ്ഞസ്യ ദേവമൃത്യുജം. അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് വേദം ആരംഭിക്കുന്നത്. അപ്പോ അഗ്നിക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പോ പണ്ടൊക്കെ എല്ലാ ഗൃഹങ്ങളിലും എന്തുണ്ടായിരിക്കും? ഹോമം ഉണ്ടായിരിക്കും. അഗ്നി കെടാതെ സൂക്ഷിക്കുന്നു പറയും. പിന്നെ കാലക്രമേണ എന്തായി? ആ ഹോമമൊക്കെ ഇതാ നിന്നു. ഇപ്പൊ അതെന്തായി? വിളക്ക് കത്തിച്ചതായിരിക്കും. പറ്റുന്നുണ്ടെങ്കിൽ ഇത് വേണം, കെടാവിളക്ക് ആയിക്കൊണ്ട് ഒരു ഗൃഹത്തില് വിളക്ക് ഇതാണ്ടായിരിക്കണം. അപ്പോ പ്രകാശം, നല്ലതായിരിക്കുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിൽ അതാ ഉണ്ടാവും. 2 നേരം നിർബന്ധമായിട്ടും വിളക്ക് കത്തിച്ച് വെക്കണം. രാവിലത്തെ സന്ധ്യാസമയത്ത് സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് വെക്കുന്നതിന് പ്രാധാന്യമുണ്ട്. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുന്നേ സന്ധ്യാസമയം ആവുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് വേണം? വീട്ടില് വിളക്ക് കത്തിച്ച് വെക്കണം. അതിൽ 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയത്ത് അതിന് ഭദ്രദീപം എന്നാണ് പേര് പറയുക. ഭദ്രദീപം. ഭദ്രദീപം എപ്പോഴാവുക? 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭദ്രദീപമായി. 2 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയത്താണ് അവിടെ ധനം ഉണ്ടാവുക. ബുദ്ധിവർത്തിസ്തു മഹാധനാവൃത്തി. 2 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയത്ത് അവിടെ ധാരാളം ധനം ഉണ്ടാവുന്നു. 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയത്ത് ഭദ്രദീപമായിട്ട് താമസം മംഗളമായിട്ട് വരും. നമ്മൾ ആ വീട്ടിൽ വെച്ച്, ആ സ്ഥലത്ത് വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും മംഗളമാവുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭദ്രദീപം 5 തിരിയിട്ട് വിളക്ക് കത്തിച്ചതാ വെക്കുന്നത്. പിന്നെ ചില പ്രത്യേക സമയങ്ങളിൽ നമ്മൾ എന്ത് വേണം? 10 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെക്കണം. അതിന് 10-ാം ഉദയം. അപ്പൊ നമ്മുടെ കലണ്ടറിലൊക്കെ 10-ാം ഉദയം ഉണ്ടായിരിക്കും. അപ്പൊ ആ ദിവസം എന്ത് വേണം? നമ്മൾ 10 തിരിയിട്ട് വിളക്ക് കത്തിച്ച് വെക്കുന്നതിനൊക്കെ കൂടുതൽ പ്രാധാന്യം ഉണ്ടാകും. പിന്നെ സജ്ജനങ്ങളായിരിക്കുന്ന ആളുകള് ഗൃഹത്തിലേക്ക് കയറി വരുമ്പോ ആ ഗൃഹം ഐശ്വര്യപൂർണമായിട്ട് മാറുന്നു. ഇങ്ങനെ ഐശ്വര്യമായ ആ ഗൃഹത്തിനെയാണ്, ആ കൊട്ടാരത്തിനെയാണ് വിതുരൻ ഉപേക്ഷിച്ചത്. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചു. അപ്പോ അവിടെ വിതുര മഹാശയൻ കൗരവർക്ക് കൊടുക്കുന്നതായിരിക്കുന്ന ഉപദേശങ്ങൾ അത് കേട്ടുകൊണ്ടാണ് അവിടേക്ക് ദുര്യോധനൻ കയറി വരുന്നത്. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, എടാ നീ എന്താ പറയുന്നത്? എന്നെ ഇവിടുന്ന് ഉപേക്ഷിക്കണം എന്നുള്ളത്. ഇത് ഞങ്ങൾ തരുന്നതായിരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പോലും സാധിക്കണത് എന്ന് പറഞ്ഞ് വിതുരനെ അവിടുന്ന് ഉപേക്ഷിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ വിതുരൻ തന്റെ കയ്യിലുള്ളതായിരിക്കുന്ന അമ്പും വില്ലും ഒക്കെ സദസ്സിൽ എടുത്തു വെച്ച് ഭഗവാന്റെ മായയെ വീട് നമസ്കരിച്ച് ലോകം മുഴുവനും സഞ്ചരിക്കാനായിട്ട് പുറപ്പെട്ടു. അങ്ങനെ ഭക്തനായിരിക്കുന്ന ആ വിതുരനും ഭക്തനായിരിക്കുന്ന ഉദ്ധവനും തമ്മിലുള്ളതായിരിക്കുന്ന സംസാരം അതിനാണ് വിതുരോദ്ധവ സംവാദം എന്ന് പറയുന്നത്. പിന്നീടാണ് വിതുര മൈത്രേയ സംവാദം. മൈത്രേയ മഹർഷിയും വിതുരനും തമ്മിലുള്ളതായിരിക്കുന്ന സംവാദം വർണ്ണിച്ചു വരുന്ന സമയത്താണ് നമുക്ക് സൃഷ്ടി വൈഭവമൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് നമ്മൾ ഇന്നലെ വരാഹാവതാരമൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മാവിന്റെ മൂക്കിന്റെ ദ്വാരത്തിലൂടെ വരാഹസ്വരൂപം സ്വീകരിച്ച് കാരണജലത്തിലേക്ക് ഇറങ്ങിപ്പോയി നമ്മളിപ്പോ താമസിക്കുന്നതായിരിക്കുന്ന ഈ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവന്ന് ഹിരണ്യാക്ഷനെ വഹിച്ചതായിരിക്കുന്ന ചരിത്രം ആണ് നമുക്ക് ഇന്നലെ അനുസ്മരിക്കുവാനായിട്ട് സാധിച്ചത്. പിന്നെയും സൃഷ്ടിയെ വർണ്ണിക്കണം. ബ്രഹ്മാവിൽ നിന്ന് ഓരോ സൃഷ്ടികൾ മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, നാരദ മഹർഷി തുടങ്ങിയതായിരിക്കുന്ന ആളുകൾ, ദക്ഷൻ തുടങ്ങിയതായിരിക്കുന്ന ആളുകളൊക്കെ ബ്രഹ്മാവിന്റെ ഓരോരോ അംഗങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരാനായിട്ട് നമുക്ക്. മരീചി മഹർഷി അദ്ദേഹം മനസ്സിൽ നിന്നാണ് എഴുന്നേറ്റ് വന്നത്. അത്രി മഹർഷി കണ്ണിൽ നിന്നാണ് എഴുന്നേറ്റ് വന്നത്. നാരദ മഹർഷി തന്റെ മടിയിൽ നിന്നാണ്, ബ്രഹ്മാവിന്റെ മടിയിൽ നിന്നാണ് നാരദ മഹർഷി എഴുന്നേറ്റ് വന്നത്. ബ്രഹ്മാവിന്റെ വിരലിൽ നിന്നാണ് ദക്ഷ പ്രജാപതി എഴുന്നേറ്റ് വന്നത്. നേരെ മുന്നിലേക്ക് നോക്കിയപ്പോ മുന്നിലൊരു ശിരസ് ഉണ്ടായി, വലത് ഭാഗത്തേക്ക് നോക്കിയപ്പോ വേറൊരു ശിരസ് ഉണ്ടായി, ഇടത് ഭാഗത്തേക്ക് നോക്കിയപ്പോ വേറൊരു ശിരസ് ഉണ്ടായി, പിൻഭാഗത്തേക്ക് നോക്കിയതോടുകൂടി ബ്രഹ്മാവിന് പിൻഭാഗത്ത് ഒരു ശിരസ് ഉണ്ടായി. അങ്ങനെ ബ്രഹ്മാവിന് 4 ശിരസ്സാണെന്ന് പറയും. അങ്ങനെ 4 ശിരസ്സുള്ള ഈ ബ്രഹ്മാവിനാണ് ഭഗവാൻ പണ്ട് 4 ശ്ലോകത്തിലൂടെ ഭാഗവതത്തിനെ പറഞ്ഞു കൊടുത്തത്. അതിനാണ് ചതുശ്ലോകി ഭാഗവതം എന്നതാ പറയും. അങ്ങനെ ബ്രഹ്മാവിലൂടെ ഇന്ന് കാണുന്ന പല വസ്തുക്കളും ഭഗവാൻ ബ്രഹ്മാവിലൂടെയാണ് സൃഷ്ടിച്ചത്. പ്രത്യേകിച്ച് 3 തരത്തിലുള്ള സൃഷ്ടി. എങ്ങനെ? ഭക്ഷണക്രമത്തിനനുസരിച്ച് പറയും. താഴെ നിന്ന് മുകളിലേക്ക് ഭക്ഷണത്തിനെ സ്വീകരിക്കുന്നത്. അതേതൊക്കെയാണ്? താഴത്തുനിന്ന് മുകളിലേക്ക് ഭക്ഷണം അങ്ങനെ ഒഴുകി വരുന്ന വിഭാഗം അതാണ് പാദപങ്ങള് പറയും. പാദപങ്ങൾ എന്ന് പറഞ്ഞാൽ വൃക്ഷങ്ങളോ അല്ലെ? വൃക്ഷത്തിന്റെ ഒക്കെ കാലിലാണ് നമ്മൾ ഭക്ഷണം. എന്ത് ചെയ്യും? ആ ഭക്ഷണം അങ്ങനെ മുകളിലേക്ക് ഒഴുകി വരും. പിന്നെ ഭക്ഷണം വിലങ്ങനെ സഞ്ചരിക്കുന്നത് 4 കാല് വാലൊക്കെ ഉള്ള ജീവജാലങ്ങൾ എങ്ങനെയാണ്? അവരൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വിലങ്ങനെ സഞ്ചരിക്കും.
അതിന് തിര്യക് യോനികൾ എന്ന് പറയും. മുകളിൽ നിന്ന് ഭക്ഷണം താഴത്തേക്ക് ഇറങ്ങി വരുന്നത് അധസ്രോതസ്സുകള്. അതൊക്കെ ആരൊക്കെയാണ്? നമ്മളൊക്കെ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെ. നമ്മുടെയൊക്കെ വായ എവിടെയാ? നേരെ മുകളിലെ ഭക്ഷണം ഇട്ട് കഴിഞ്ഞാൽ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അങ്ങനെ 3 വിഭാഗത്തിലുള്ളത്. പിന്നെ ഉരസ് കൊണ്ട് ഗമിക്കണത്, നടക്കണത്, പറക്കണത്, ഓടുന്നത്, ചാടുന്നത്, ഒന്ന് തന്നെ 2ആയിട്ട് മാറുന്നത്, മുട്ടയിട്ടുണ്ടാവുന്നത് എന്നീ ഈ ലോകത്ത് കാണുന്ന സകല ചരാചരങ്ങളെയും സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മാവിലൂടെ ആണ് സൃഷ്ടിച്ചത്. എങ്ങനെ? 84 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളാണ് ഈ ഭൂമിയിൽ ഉള്ളത്. പിന്നീട് കാലത്തിനെ പറ്റിയിട്ടൊക്കെ ഭാഗവതത്തിൽ വർണ്ണിച്ചു. അങ്ങനെ ആ സൃഷ്ടിയെ വർണ്ണിച്ചു വരുന്ന സമയത്താണ് ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നാണ് കർദമ പ്രജാപതി ആവിർഭവിച്ചത്. ആ കർദമ പ്രജാപതി ക്രിയായോഗം കൊണ്ടാണ് ഭഗവാനെ ഉപാസിക്കുന്നത്. അപ്പൊ ക്രിയായോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാവിധി. ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ പല മാർഗങ്ങളുണ്ട്. ജപയജ്ഞുണ്ട്, പൂജയോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാം, ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാം. എന്നാൽ ഇദ്ദേഹമോ ഈ കർദമ പ്രജാപതി പൂജാവിധിയാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അങ്ങനെ ആ കർദമ പ്രജാപതി അങ്ങനെ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, കുളിക്കും, എന്നിട്ടോ ഭഗവാന്റെ പാദങ്ങളിലേക്ക് പൂജ നടത്തും, ഭഗവാന് നിവേദ്യമൊക്കെ കൊടുക്കും. അപ്പൊ നിവേദ്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനാ നിവേദ്യം എന്ന് പറയാ അല്ലെ? നമ്മളിപ്പോൾ നിവേദ്യത സമർപ്പിക്കണം. അപ്പൊ നിവേദ്യം സമർപ്പിക്കുക പറഞ്ഞാൽ ശരിക്കും എന്താ അതിന്റെ പേര്? നിവേദനം. നിവേദനം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നിവേദനം എന്ന് പറഞ്ഞാൽ ഈ വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടി ഒരു കഷ്ണം കടലാസില് എഴുതി കൊടുക്കും അല്ലെ? ഇന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇതാ വേണേ എന്ന് പറഞ്ഞാൽ ഒരു കഷ്ണം കടലാസിൽ എഴുതി കൊടുക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഭഗവാൻ ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പൊ മഹാവിഷ്ണുവിനാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? പായസം എന്നത്. പിന്നീട് അവല്, മലര്, ശർക്കര, പഴം തുടങ്ങിയ ഉണ്ണിയപ്പം, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഭഗവാൻ ഇഷ്ടപ്പെട്ടതായിരിക്കും നിവേദ്യം. നിവേദനം തന്നെയാണ് എന്ത്? നിവേദ്യം. ആ നിവേദനം നമ്മൾ ഭഗവാന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് വെച്ച് നമ്മൾ ഇതാക്കാം അല്ല നിവേദ്യം കഴിയും. നിവേദ്യം കഴിഞ്ഞാലുള്ള അടുത്ത പടിയാണ് എന്താ? 3ാമത്തെ പൂജയ്ക്കാണ് പ്രസന്ന പൂജ എന്ന് പറയും. അപ്പൊ 3 തരത്തിലാണ് പൂജ. ഒന്ന്, പൂജ കഴിക്കുന്ന സമയത്ത് ആദ്യം എന്ത് വേണം? നമ്മൾ ആദ്യം ഭഗവാനായിട്ട് തീരണം അല്ലേ? നമ്മൾ ആദ്യം ഭഗവാനായിട്ട് തീരണം. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന് ഇരിക്കാനുള്ള സ്ഥലം നേടിയേക്കുക. അതിന് പീഠപൂജ. പീഠപൂജ കഴിഞ്ഞാൽ അടുത്ത പൂജയാണ് മൂർത്തി പൂജ. ഏത് മൂർത്തിയെയാണ് പൂജ കഴിക്കുന്നത്? ആ ദേവനെ മുന്നിലേക്ക് ആവാഹിച്ച് ധാവിക്കുക. അത് കഴിഞ്ഞ് 3ാമത്തെ ഭാഗമാണ് പ്രസന്ന പൂജ. അപ്പൊ പ്രസന്ന പൂജ സമയത്ത് അമ്പലത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അവിടെ നടയൊക്കെ അടച്ച് പൂജ കഴിക്കുന്ന ആള് മുന്നിലിരുന്ന് ഭഗവാനോട് മാത്രം സംവദിക്കുന്നതായ സമയത്തിനാണ് പ്രസന്ന പൂജ. അപ്പോ മുന്നിലുള്ളതായിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോ എന്റെ പേരില് വഴിപാടൊക്കെ കഴിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ഒക്കെ പേരില് പൂക്കളൊക്കെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് അങ്ങനെ സമർപ്പിച്ച് നടയൊക്കെ തുറന്ന് ആ ഭഗവാനെ സന്തോഷിപ്പിച്ച് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നതായിരിക്കുന്ന സമയം. ഇങ്ങനെ ഇദ്ദേഹം ഭഗവാൻ എങ്ങനെ പൂജ കഴിക്കാനായിട്ട് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൂജ കഴിക്കുന്നതായ കർദമ പ്രജാപതിയുടെ മുന്നിലേക്ക് സാക്ഷാൽ ഭഗവാൻ വന്ന് ആവിർഭവിച്ചു. ആ ഭഗവാനെ നന്നായിട്ട് കണ്ടു കർദമ പ്രജാപതി. എങ്ങനെയാ ഭഗവാൻ അവിടെ ഇരിക്കുന്നത്? കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോൽപല ക്രീഡനകം മനസ്പരിശസ്മിതേക്ഷണം വിന്യസ്തജനനാം ഭോജമംസദേശേ ഗരുൽമദ ദൃഷ്ട്വാ ഘേവസ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം ജാതഹർഷോപതന്മൂർധന ക്ഷിതൗ ലബ്ധമനോരഥ യർഭിസ്ത്വഭ്യഗൃണാൽ പ്രീതി സ്വഭാവാത്മാ കൃതാഞ്ജലി. തന്റെ മുന്നിൽ അങ്ങനെ ഗരുഡന്റെ പുറത്ത് അതിമനോഹര സ്വരൂപത്തിൽ അങ്ങനെ ശോഭിക്കുന്ന സാക്ഷാൽ ഭഗവാനെ കർദമ പ്രജാപതിക്ക് ദൃഷ്ടുവ നന്നായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഘേ അവസ്ഥിതം. എവിടെയാണ്? ആകാശത്താണ് ഇപ്പോ ഗരുഡന്റെ പുറത്ത് സാക്ഷാൽ ഭഗവാൻ ഇരിക്കുന്നത്. കൗസ്തുഭഗന്ധരം. ഭഗവാനെ ഒന്ന് നന്നായിട്ട് കണ്ടു. ഭഗവാന്റെ ആ പീതാംബരപ്പെട്ട് കണ്ടു. ഭഗവാന്റെ പാദങ്ങളിലുള്ളതായിരിക്കുന്ന സ്വർണത്തിന്റെ പാദസരം കാണാൻ സാധിക്കുന്നുണ്ട്. ഭഗവാന്റെ അരയിലുള്ളതായിരിക്കുന്ന ആ കാഞ്ചി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വനമാല കാണാൻ സാധിക്കുന്നുണ്ട്. രത്ന കിരീടങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് അതിമനോഹരമായി പുഞ്ചിരിച്ച് വാലിട്ട് കണ്ണൊക്കെ എഴുതി കാതിലൊക്കെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ്
കഴുത്തിലൊക്കെ അനവധി ആഭരണങ്ങളൊക്കെ അതാ അണിഞ്ഞുകൊണ്ട് കയ്യിലൊക്കെ ഭഗവാൻ പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ അതാ ധരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ, കൗസ്തുഭരത്നമൊക്കെ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ടുള്ളതായിരിക്കുന്ന ആ ഭഗവാനെ കർദമ പ്രജാപതിക്ക് നന്നായിട്ട് കാണാനായിട്ട് ഇതാ സാധിച്ചു. അപ്പൊ ഭഗവാനെ കാണുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്താ ഉണ്ടാവുക? ജാതഹരിഷ എന്ന്, എന്തൊന്നില്ലാത്ത സന്തോഷം നമുക്ക് ഇതാ ഉണ്ടാവും അല്ലെ. എപ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ? ഭഗവാനെ കാണുമ്പോഴാണ് നമുക്ക് ഇതാ സന്തോഷം ഉണ്ടാവുക. നമ്മൾ സാധാരണ ഭഗവാനൊക്കെ കാണാൻ വേണ്ടി ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ നമ്മൾ എത്തിച്ചേരാ വിചാരിക്കും, ഭഗവാനെ ഒന്ന് തൊഴണം എന്ന് വിചാരിച്ച് നമ്മൾ അമ്പലത്തില് ക്യൂ നിൽക്കാം ഭഗവാനെ കാണാൻ വേണ്ടി. ആദ്യമൊക്കെ ക്യൂ നിൽക്കുമ്പോ നമ്മൾ ആ ക്യൂല് ആദ്യം എടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ തന്നെ കുളിച്ച് ശുദ്ധായി ഭഗവാന്റെ നാമൊക്കെ ജപിക്കാനായിട്ട് പുറപ്പെടും. കുറച്ചു നേരം നാമൊക്കെ ജപിച്ചു, പിന്നെ സഹസ്രനാമം ജപിക്കാൻ അറിഞ്ഞ ആഴ്ച സഹസ്രനാമൊക്കെ ജപിച്ചു, സഹസ്രനാമം ഒരു ആഴ്ച ജപിച്ചു. പിന്നെ ഭഗവാന്റെ ഓരോ മന്ത്രങ്ങളൊക്കെ ഉണ്ട്, ആ മന്ത്രമൊക്കെ ഇങ്ങനെ കുറെ ജപിച്ച് അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, ക്യൂ കഴിയണില്ല, അവിടെ എത്തുന്നില്ല. അപ്പൊ പിന്നെ എന്തുണ്ടാവും? നമ്മള് പിന്നെ കുറേശ്ശൊക്കെ നാമം ജപിക്കുന്നതൊക്കെ അങ്ങനെ കുറയും. അങ്ങനെ കുറഞ്ഞ അടുത്തുള്ള ആൾക്കാരോട് വർത്താനമൊക്കെ പറയും. അത് കഴിഞ്ഞ് വേറെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങൾ എവിടെയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് ഭക്തിയൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോഴേക്ക് ഭക്തിയൊക്കെ കഴിഞ്ഞ് ആൾക്കാരോടൊക്കെ പറഞ്ഞ് പിന്നെ മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഓരോ കുറ്റങ്ങളൊക്കെ പറയാനായിട്ട് തവണ അവര് കണ്ടില്ലേ എന്റെ ഭഗവാനെ എന്തൊക്കെ സൗകര്യം ഉണ്ട്, എന്നിട്ട് ഒരു സൗകര്യം നമുക്ക് ഇതാ ചെയ്ത് തരുന്നില്ലല്ലോ. എന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ കാലുവേദന, വീടുവേദന, അതിന് അരമണിക്കൂർ കഴിഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞു, എങ്ങനെയൊക്കെയോ വിഷമിച്ച് ഇപ്പൊ ഭഗവാനൊന്നുമല്ല മനസ്സിൽ ഇതാ ഓർമ്മയുള്ളത്. ഭഗവാനെ തൊഴാനാണ് വരുന്നത് വെച്ചാലും ഭഗവാനൊക്കെ മറന്ന് വേറെ ഓരോ കാര്യങ്ങളൊക്കെ ഇത് ആലോചിച്ച് ഭഗവാനെ എന്താ അവിടെ എത്താത്തത് വിചാരിച്ച് ശ്രീകോവിലിന്റെ അടുത്ത് എത്തുന്നത് വരെ എന്തൊക്കെ മനപ്രയാസം അറിയില്ല. എന്നാൽ ശ്രീകോവിൽ അങ്ങോട്ട് തുറന്ന് ഭഗവാനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാലോ ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള ആ ഭഗവാനെ അങ്ങോട്ട് കാണുന്നതോടുകൂടി എല്ലാവരും പറക്കും. നമ്മള് സക്കാലൊരു പറഞ്ഞു ഇത്രയും നേരം നമ്മൾ ക്യൂ നിന്നത് നമ്മൾ ഇതാ മറന്നു, കാലുവേദനയോട് കൂടിയിട്ട് നിന്നത് നമ്മൾ മറന്നു അല്ലെ. ആ ഭഗവാനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ജാതഹരിഷ, എന്തൊന്നില്ലാത്തതായിരിക്കുന്ന സന്തോഷം നമുക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവുക. ഭഗവാനെ കാണുമ്പോഴാണ് ആനന്ദത ഉണ്ടാവുക. ജാതഹരിഷ അപ്പതൻ മൂർത്തുന്ന. പിന്നെ ഭഗവാനെ കണ്ടാൽ നമ്മൾ എന്ത് വേണം? അപ്പതൻ മൂർത്തുന്ന, ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കണം. ദണ്ഡ നമസ്കാരം ചെയ്യുന്നതിന് കൂടുതൽ ഇതാ പ്രാധാന്യം. അപ്പൊ പുരുഷന്മാരാണിച്ചാൽ പുരുഷന്മാര് നമസ്കരിക്കുന്നത് പോലെ, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ നമസ്കരിക്കുന്നത് പോലെ ഭഗവാനെ നന്നായിട്ട് നമസ്കരിക്കണം. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമസ്കരിക്കുന്നത്? അതിൽ നമസ്കരിക്കുന്നവർക്കുള്ളതായിരിക്കുന്ന ഗുണം എന്താണ് ചോദിച്ചാൽ ലബ്ധ മനോരഥ, മനോരഥങ്ങളെ ഭഗവാൻ സാധിപ്പിച്ചതായിരുന്നു അല്ലെ. പല ആൾക്കാർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓരോ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് ഇതാ എത്തിച്ചേരുക. അപ്പോ എല്ലാവിധ ആഗ്രഹത്തിനെയും സാധിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാള് സാക്ഷാൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നതോടുകൂടി ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണതാ നമസ്കരിക്കണം. നമസ്കരിക്കുമ്പോൾ എല്ലാവിധ ആഗ്രഹത്തിനെയും ആ ഭക്തന് ഭഗവാനതാ സാധിപ്പിച്ചതാ കൊടുക്കണം. അത് നമസ്കരിക്കുക കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് വേണം? പ്രീതി സ്വഭാവാത്മാ കൃതാഞ്ജലി. അങ്ങനെ കയ്യൊക്കെ തൊഴുതുകൊണ്ട് ഭഗവാനെ നന്നായിട്ട് സ്തുതിക്കണം. ഭഗവാന്റെ തിരുനാമൊക്കെ അതാ ജപിക്കുക. ഇപ്പൊ വിഷ്ണുവിന്റെ അടുത്തേക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഭഗവാന്റെ ആ നാമങ്ങളൊക്കെ ജപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഭഗവാനെ പറ്റിയിട്ടുള്ള സ്തുതികളൊക്കെ പാടണം. ഓരോ സ്തുതികളുണ്ടാവും. അതാണ് ഭഗവാന്റെ ഒരു പ്രത്യേക പേരുണ്ട്. വിഷ്ണു സഹസ്രനാമൊക്കെ ജപിക്കുമ്പോൾ അതിലുള്ള ഭഗവാന്റെ ഒരു പേരാണ് സ്തുതിപ്രിയൻ. സ്തുതിപ്രിയൻ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് സാക്ഷാൽ ഭഗവാൻ. ഇതിനാ ഭഗവാന്റെ കാര്യം വേണം. നമ്മൾ എന്നെ സ്ഥിതി ആലോചിച്ചു കൂടെ നമുക്ക് എപ്പോഴാണ് സന്തോഷമാവുക? നമ്മളെ പറ്റിയിട്ട് ആൾക്കാർ ഇത്ര നല്ലത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം. ഇതേപോലെ തന്നെയാ ഭഗവാനും. ഭഗവാന്റെ ഓരോ നല്ല കാര്യങ്ങള് ഭഗവാന്റെ മുന്നിൽ അങ്ങനെ ഇരുന്ന് നമ്മളങ്ങനെ പറയാനായിട്ട് പുറപ്പെടുമ്പോ ഭഗവാൻ അതാ സന്തോഷമായി. ഇവിടെ ഈ കർമ്മ ഭഗവാനെ സ്തുതിച്ചു. എന്താ പറയണത്? ദുഷ്ടംബദാത്യാഖില സത്വരാശേ ഭഗവാനെ എന്റെ കണ്ണുകൊണ്ട് ഇന്ന് എനിക്ക് അങ്ങയെ കാണാനായിട്ട് ഇതാ സാധിച്ചു. അതുകൊണ്ട് ഇപ്പോ ഈ കണ്ണ് സഫലമായിട്ട് ഇതാ മാറി ഭഗവാനെ. അപ്പൊ കണ്ണെപ്പോഴാ സഫലാവുക? കണ്ണെപ്പോഴേ സഫലാവുള്ളൂ? കണ്ണുകൊണ്ട് ഭഗവാനെ കാണും. ഇപ്പൊ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പൂജാമുറിയിലുള്ള ഭഗവാനെ കാണുന്നതോട് കൂടിയിട്ടാണ് കണ്ണ് സഫലമായിട്ട് താമസം. നമുക്കൊക്കെ ഭഗവാനെ കാണിച്ചാൽ എന്ത് വേണം? പൂജാമുറിയിൽ പോകണം. പൂജാമുറിയിൽ പോയി പൂജാമുറിയിൽ ഭഗവാൻ വെച്ചാലും ചിലപ്പോൾ നമുക്ക് ഭഗവാനെ ഓർമ്മ വരില്ല, വേറൊരു കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരിക. എന്നാൽ സജ്ജനങ്ങളായിരിക്കുന്ന ആളുകൾക്കോ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ ഭഗവാനെ കാണുന്നതൊക്കെ ഹരി.
നാരായണായ നമഃ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഭഗവാനെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സാവധാനത്തിൽ ഇതാക്കി ചെയ്യും. പക്ഷെ നമുക്കിപ്പോ അത്രയൊന്നും ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൂജാമുറിയിലുള്ള ആ ഭഗവാനെ കേന്ദ്രീകരിച്ച് അവിടെ ഭഗവാൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഭഗവാനെ കാണാനായിട്ട് നാ പുറപ്പെടുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് എന്തുണ്ടാവും? എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ ഭഗവാനെ തന്നെ കാണാനായിട്ട് ഇതാ സാധിക്കണം. ദുഷ്ടംബദാദ്യാഖിലസത്വരാശേ. ഇവിടെ കണ്ണ് ഇങ്ങനെയാണ് സഫലമാവുന്നത്. അതുപോലെ തന്നെയാണ് കൈ എപ്പോഴാ സഫലമാവുക? പൂജാമുറിയിൽ വന്ന് പൂക്കള് കയ്യിലേക്ക് എടുത്ത് ഭഗവാന്റെ പാദങ്ങളിലേക്ക് പൂക്കള് സമർപ്പിക്കുന്ന സമയത്താണ് കയ്യ് സഫലമാവുക. ഇതിനാണ് സ്ഥാലീപുലാക ന്യായം എന്ന്. കുറെ ന്യായങ്ങളുണ്ട്, ന്യായശാസ്ത്രങ്ങൾ. സ്ഥാലീപുലാക ന്യായം എന്ന് പറഞ്ഞാൽ ഇപ്പോ പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് അരിയിട്ട് ആ അരി വെന്തുല്ലോ എന്നുള്ളത് നമ്മൾ എങ്ങനെയാ നോക്കുക? അല്ലെ? ഒരു വറ്റെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? മറ്റുള്ള വറ്റ് മുഴുവനും വെന്തു എന്ന് നമുക്ക് മനസ്സിലാവും. അതിനാണ് സ്ഥാലീപുലാകന്യായം. അതായത് ആരും പതിവില്ല ഈ വറ്റ് വെന്തോട്ടോ മാറ്റി വെച്ചു, ഒന്നുകൂടി എടുത്തു, അത് വെന്തു, അത് മാറ്റിച്ചു, അങ്ങനെ പതിവില്ല. ഒന്നുകൊണ്ട് മറ്റുള്ള എല്ലാത്തിനെയും മനസ്സിലാക്കുന്നതിനാണ് സ്ഥാലീപുലാകന്യായം എന്താ പറയുക. ഇങ്ങനെ കണ്ണ് ഇങ്ങനെയാണ് സഫലമാവുക എന്നുണ്ടെങ്കിൽ കയ്യ് എങ്ങനെയാ സഫലമാവുക? പൂക്കളെടുത്ത് ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോ പാദം കൊണ്ട് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്താണ് പാദം സഫലമായിട്ട് തീരുന്നത്. ഇങ്ങനെ അതിഗംഭീരമായിട്ട് സ്തുതിച്ചു കർദമ പ്രജാപതി. കുറെ ശ്ലോകങ്ങളെ കൊണ്ടാണ് സ്തുതിക്കുന്നത്. ഏക സ്വയം സഞ്ജഗത ശിശിക്ഷയ അദ്വിതീയാത്മൻ അതി യോഗമായയാം സൃജസ്യത പാസി പുനർഗ്രസിഷ്യസേ യഥാ പൂർണ്ണനാഭി ഭഗവൻ സ്വശക്തിഭീ. ഭഗവാൻ എങ്ങനെയുള്ള ആളാ? ഏകനാണ് ഭഗവാൻ. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽപത ഉണ്ടാവതല്ല. ഏകനാണ് ഭഗവാൻ. ഏകനായിരിക്കുന്ന ഭഗവാന് രണ്ടായിട്ട് തീരണം എന്ന് തോന്നിയത്രേ. അപ്പൊ എന്ത് ചെയ്തു? ആ പ്രകൃതിയോട് കൂടിയിട്ട് ഭഗവാൻ ഈ ലോകത്ത് മായയോട് കൂടിയിട്ട് അവതാരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്നിട്ടോ സൃജസ്യത, ഭഗവാൻ ലോകത്തിനെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ ഏർപ്പാടാക്കി. മാത്രമല്ല സംഹാരത്തിന്റെ ദേവതയായിട്ട് മഹാദേവനെ ഏർപ്പാടാക്കി. പരിപാലനത്തിന്റെ ദേവതയായി സാക്ഷാൽ മഹാവിഷ്ണു അവിടെ നിന്നു. അല്ലേ? എന്തിൻ്റെയൊക്കെ പരിപാലനം? സൃഷ്ടിയുടെ പരിപാലനവും ആരാ നടത്തുന്നത്? മഹാവിഷ്ണു തന്നെ. സംഹാരത്തിന്റെ പരിപാലനവും ആരാ നടത്തുന്നത്? സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. താക്കോല് വിട്ടുകൊടുത്തില്ല എന്നർത്ഥം. ഒക്കെ ഞാൻ തന്നെയാണ് ഈ ലോകത്തിനെ എല്ലാ രീതിയിലും നിയന്ത്രിക്കുന്നത്, ഞാൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ സൃഷ്ടിയുടെ പരിപാലനവും സ്ഥിതിയുടെ പരിപാലനവും സംഹാരത്തിന്റെ പരിപാലനവും നടത്തുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അങ്ങനെ യഥാ പൂർണ്ണനാഭി ഭഗവൻ സ്വശക്തി. പൂർണ്ണനാഭി എന്ന് പറഞ്ഞാൽ എട്ടുകാരി എന്താ ചെയ്യുക? തന്റെ ശരീരത്തിൽ നിന്ന് ഒരു വല ഉണ്ടാക്കും. എന്നിട്ട് ആ വലയുടെ ഉള്ളിൽ കൂടി ഒക്കെ ഇങ്ങനെ മെല്ലെ നടന്നു പോയി അതിൽ ഏതെങ്കിലുമൊക്കെ ജീവജാലങ്ങൾ കയറിയിട്ടിച്ചാൽ ആദ്യം ആ ജീവജാലത്തിനോട് ചോദിച്ചു, എന്താ പേര് ചോദിച്ചു, എന്തൊക്കെയാ വർത്തമാനമൊക്കെ ചോദിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അതിലുള്ള ആ ജീവിയെ ഈ എട്ടുകാരി കഴിക്കും. അത് കഴിഞ്ഞ് തന്റെ ശരീരത്തിൽ നിന്ന് നിർമ്മിച്ചതായിരിക്കുന്ന ഈ വലയെ എട്ടുകാരി തന്നിലേക്ക് തന്നെ ആക്കിയതാ മാറ്റും. ഇതേപോലെ തന്നെയാണ് ഭഗവാൻ ആദ്യം തന്നെ ഈ ലോകത്തിനെ സൃഷ്ടിക്കുന്നു. സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിനെ സ്ഥിതി പരിപാലനം നടത്തുന്നു. അവസാനം ഭഗവാൻ എന്ത് ചെയ്യും? താൻ സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ ലോകത്തിനെ തന്നിലേക്ക് തന്നെ സംഹരിക്കുകയും ചെയ്യുന്നത് ഭഗവാനെ അങ്ങ് തന്നെ അല്ലേ എന്ന് പറഞ്ഞ് അതിമനോഹരമായിട്ട് സ്തുതിച്ചു. സ്തുതിയൊക്കെ കേട്ടു ഭഗവാൻ. പ്രേമസ്മിതോദ്വീക്ഷണവിഭ്രമത്തു. ഇത് കേട്ടതോട് കൂടിയിട്ട് ഭഗവാൻ കർദമ പ്രജാപതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് നന്നായിട്ട് ചിരിച്ചു. ചിരിച്ചതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് കർദമ പ്രജാപതിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നീട് ഭഗവാൻ പറയുന്നു, എന്താ അറിയോ, അങ്ങ് സ്തുതിച്ചതൊക്കെ ഞാൻ കേട്ടു. അങ്ങയുടെ കല്യാണം നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് പറഞ്ഞുത്രേ. അപ്പൊ കർദമ പ്രജാപതി ചോദിച്ചു, അതെങ്ങനെയാ ഭഗവാൻ അങ്ങക്കിതാ? എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം ഇതാണ് എന്നുള്ളത് എങ്ങനെയാ മനസ്സിലായി? ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, നമുക്കൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഭഗവാനെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാലേ എന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ അറിയുള്ളൂ എന്നുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ട്. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ പറയാൻ മറന്നുപോയാലോ വിചാരിച്ചു 200 പേജിന്റെ പുസ്തകത്തിൽ എഴുതിക്കൊണ്ട് ഭഗവാനെ മറന്നോ വെറുതെ, ഭഗവാനെ മറന്നോ വെറുതെ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ആഗ്രഹങ്ങളിങ്ങനെ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് പറയും. അതിനൊന്നും ആവശ്യമില്ല. എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല. എല്ലാം അറിയുന്ന ആളല്ലേ ഭഗവാന്റെ.
നമ്മൾ തന്നെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ഒരാൾ നേരെ മുന്നിൽ അങ്ങനെ വന്നു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തിനാ അയാൾ വന്നു നിന്നത്. പിന്നെ ഭഗവാൻ അറിയില്ലേ? ഭഗവാൻ അറിയാം ഓരോരോ ആൾക്കാരും എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ മുന്നിൽ അങ്ങനെ വന്നതാ നിൽക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്ന ആളാണ് സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാൻ പറഞ്ഞു, നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് അങ്ങയുടെ വിവാഹം. ആരെയാ കല്യാണം കഴിക്കാന്നാ വിചാരിച്ചത്? ഈ ലോക ചക്രവർത്തിയായിരിക്കുന്ന സ്വയംഭൂവൻ, അദ്ദേഹത്തിന്റെ മധ്യമപുത്രിയായിരിക്കുന്ന ദേവഹൂതി ദേവിയെയാണ് അന്ന് ആ വിവാഹം കഴിക്കുക. സ്വയംഭൂവനും ബ്രഹ്മാവ് ശരീരത്തിനെ രണ്ടാക്കി മാറ്റിയപ്പോ ഒന്ന് പുരുഷനും മറ്റൊന്ന് സ്ത്രീയും ആയിട്ട് മാറി. ആ പുരുഷന്റെ പേരാണ് സ്വയംഭൂവനും, സ്ത്രീയുടെ പേരാണ് ശബ്ദരൂപ. അവർക്ക് 5 കുട്ടികളാണ് ഉണ്ടായത്. 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളുമാണ് ഉണ്ടായത്. പ്രിയവ്രതൻ, ഉത്താനപാതൻ, ആകൂതി, ദേവഹൂതി, പ്രസൂതി, ഇങ്ങനെ 3 പെൺകുട്ടികളും. അതിൽ മധ്യമപുത്രിയാണ് ദേവഹൂതി ദേവി. ആ ദേവഹൂതി ദേവിയെയാണ് അന്ന് ആ വിവാഹം കഴിക്കുക. മാത്രമല്ല, അങ്ങയ്ക്ക് വേണ്ടി മാത്രം ഈ ലോകത്തില് ഞാൻ സൃഷ്ടിച്ചതാണ് ആ ദേവഹൂതി ദേവിയെ. ആ ദേവഹൂതി ദേവിയെ പറ്റി അന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പഴക്രമ പ്രജാപതി പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത് ചോദിച്ചു. ഈ പെൺകുട്ടീനെ പറ്റിയിട്ട് എന്താ കേൾക്കുക? പെൺകുട്ടിയുടെ സൗന്ദര്യമാണ് കേൾക്കുക, അല്ലെ? പെൺകുട്ടിയെ പറ്റിയിട്ട് ആ സൗന്ദര്യം എത്രത്തോളം സൗന്ദര്യം ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് വിശ്വാവസു എന്ന് പേരായിട്ട് ഒരു ഗന്ധർവൻ ഇവരുടെ ഈ കൊട്ടാരത്തിന്റെ മുകളില് ദേവഹൂതി ദേവി പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇദ്ദേഹം ഇങ്ങനെ വിമാനത്തിൽ പോവുകയായിരുന്നു അത്രേ, ആ ഗന്ധർവൻ. അങ്ങനെ വിമാനം ഓടിക്കുന്നതിന്റെ ഇടയ്ക്ക് അറിയാതെ ജനലിനുള്ളിൽ കൂടെ മട്ടുപാവില് കളിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ദേവഹൂതി ദേവിയെ കണ്ടു. ദേവഹൂതി ദേവിയുടെ സൗന്ദര്യം കണ്ടപ്പോ ഇപ്പോ വിമാനം ഓടിക്കാന്നൊക്കെ മറന്നു അത്രേ ഈ ഗന്ധർവൻ. എന്നിട്ടോ അറിയാതെ ആ പുറത്തേക്ക് നോക്കിയതോട് കൂടിയിട്ട് വിമാനം ഓടിക്കാന്ന് മറന്നു എന്ന് മാത്രമല്ല, വിമാനം തലകുത്തനെ താഴത്തേക്ക് വീണു. അത്രയധികം സൗന്ദര്യമാണ് ആ ദേവഹൂതി ദേവിക്ക്. ആ ദേവഹൂതി ദേവിയാണ് അങ്ങ് ആ വിവാഹം കഴിക്കുക. മാത്രമല്ല, അതില് 9 പെൺകുട്ടികൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. 10ാമതായിട്ട് ഞാൻ തന്നെ അങ്ങയുടെ പുത്രനായിട്ട് അവതരിക്കാം. അങ്ങനെ സന്തോഷമായി ആ കർദമ പ്രജാപതിക്ക്. ഭഗവാൻ പറഞ്ഞതിനനുസരിച്ച് സ്വയംഭൂവനും തന്റെ ഭാര്യയായ ശതരൂപയോടുകൂടി അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവിനോട് കൂടിയിട്ട് ഇപ്പോ കർദമ പ്രജാപതിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന് ആദ്യോ വൈവാഹികോ വിധി, വിധിയാവണ്ണം ആ ദേവഹൂതി ദേവിയെ കർദമ പ്രജാപതിക്ക് വിവാഹം കഴിച്ചതാ കൊടുത്തു. അല്ലെ? ഈ കല്യാണമൊക്കെ ആവുന്ന സമയത്ത് ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും, ചോദിച്ചെടുക്കും, കല്യാണം കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞോ ചോദിക്കും. പക്ഷെ കല്യാണം കഴിപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ടോ? കല്യാണം കഴിഞ്ഞാലോ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാവില്ല. കല്യാണം കഴിച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവും. ആരെയാണോ കല്യാണം കഴിച്ചത് അവര് മാത്രമേ ഉണ്ടാവും. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? പല ആൾക്കാരും നമ്മളെ അടുത്തുനിന്ന് ഇങ്ങനെ യാത്രയാവും. ആദ്യമാരാ യാത്രയാവുക? കല്യാണത്തിനൊന്ന് കൂടുക വേണം, ഭക്ഷണം കഴിക്കുക വേണം, ഫോട്ടോയിലൊന്ന് പെടുക വേണം എന്ന് വിചാരിച്ചു വരുത്തിയ ആൾക്കാരുണ്ട്. അവരൊക്കെ ടാറ്റ പറഞ്ഞ് പോയി. അവസാനം ആരാ ടാറ്റ പറയുക? അമ്മ വന്ന് പറയൂത്രേ, ഇനി പിന്നെ കാണാട്ടോ എന്നങ്ങോട്ട് പറയുമ്പോ ഒരു കരുത്തലുണ്ടല്ലോ ഭഗവാനെ. ഇങ്ങനെയാ അമ്മയെ പിരിഞ്ഞിരിക്കാൻ സാധിക്കോ എന്ന് വിചാരിച്ച അല്ലേ? അങ്ങനെ എല്ലാവരും യാത്രയായിട്ടില്ല. പിതൃഭ്യാം പ്രസ്ഥിതേ സാധി പതിമിംഗിത കോവിദ നിത്യം പര്യചരൽ പ്രീത്യ ഭവാനീവ ഭവം പ്രഭും. ഇപ്പൊ വിവാഹം കഴിഞ്ഞാൽ എങ്ങനെ വേണം ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതിന്റെ ആ ഗൃഹസ്ഥാശ്രമത്തിനെ ഭാഗവതത്തിൽ ഒരു അധ്യായത്തിൽ വിസ്തരിച്ചതാ വർണ്ണിക്കുന്നുണ്ട്. പിതൃഭ്യാം പ്രസ്ഥിതേ സാധി. തന്റെ പിതൃക്കള് അച്ഛനും അമ്മയും ഒക്കെ നല്ല ഒരു പുരുഷന്റെ അടുത്തേക്ക് തന്റെ മകളെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുത്ത് അവരവിടെ നിന്ന് യാത്രയായി. വിവാഹമൊക്കെ കഴിഞ്ഞു. എപ്പോഴാ ഒരു സ്ത്രീ ഭാര്യയായിട്ട് തീരുക? പതി ഇംഗിത കോവിത എന്ന് പറയും. ഇംഗിത കോവിതയായിട്ട് മാറണം. ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ അറിഞ്ഞുകൊണ്ട് എപ്പോഴാണ് ഒരു സ്ത്രീക്ക് ആ ഭർത്താവിന്റെ അടുത്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നത്? അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കി എപ്പോഴാണോ ഒരു പുരുഷന് ആ സ്ത്രീയുടെ അടുത്ത് നിൽക്കാനായിട്ട് സാധിക്കുന്നത്, അപ്പോഴാണ് അവരെ ഭർത്താവ് എന്ന് പറയുക, അല്ലെങ്കിൽ ഭാര്യ എന്നതാ പറയുക. പതിവ് ഇംഗിത കോവിത, ഇംഗിത കോവിതയായിട്ട് മാറണം. കോവിത പരീക്ഷ പാസ്സാവണം തന്നെ. എതിര് കോവിത പരീക്ഷ അല്ലെ? ഇംഗിത കോവിത. ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഭർത്താവായിട്ട് തീരുന്നത്, ഭാര്യയായിട്ട് തീരുന്നത്. നിത്യം പര്യചരൽ പ്രീത്യ.
നല്ല പരിചരണം കൊടുക്കാനായിട്ട് സാധിക്കണം. എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം. പ്രീത്യ, എങ്ങനെ? പ്രീതിയോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ട് ആ കർമ്മങ്ങൾ ചെയ്യുന്നതിനാണ് പ്രാധാന്യം. അല്ലാതെ എങ്ങനെ ചില ആൾക്കാർ ചിലപ്പോൾ വിചാരിക്കും ഭഗവാനെ പെട്ടുപോയില്ലേ, ഭഗവാൻ ഇയാൾക്കൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തു കൊടുക്കും, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എങ്ങനെ? പ്രീതി ഉണ്ടായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് ഇതെന്റെ ധർമ്മമാണ് എന്നുള്ള രീതിയിൽ സന്തോഷത്തോടു കൂടിയിട്ട് അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളെയും നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമാണ് അവരുടെ ആ ഗൃഹസ്ഥാശ്രമം സന്തോഷത്തോടു കൂടിയിട്ടായി മാറുന്നത്. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേനച്ച ശുശ്രൂഷയ സൗഹൃദേന വാച മധുരയാച്ചപ്പു. വിശ്രംഭേണ, വിശ്രംഭം ഉണ്ടാവണം എന്ന് പറയും. വിശ്രമം എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഭർത്താവിനെ നല്ല വിശ്വാസം, ഭാര്യയെ നല്ല വിശ്വാസം, കുട്ടികളെ നല്ല വിശ്വാസം, തന്നോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന ആളുകളിലൊക്കെ ഒരു വിശ്വാസം വെച്ച് പുലർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ആത്മശൗചേന. പിന്നെ ശുചിത്വത്തിനെ പാലിക്കണം എന്ന് പറയും. ശുചിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ശുചിത്വം. ഒന്ന് ശാരീരികമായിരിക്കുന്ന ശുചിത്വം, ബാഹ്യ ശുചിത്വവും ഉണ്ടാവണം, ആന്തരികമായിരിക്കുന്ന ശുചിത്വവും ഉണ്ടാവണം. അപ്പൊ എപ്പോഴാണ് ശരീരം ശുദ്ധമായിട്ട് തീരുക? എപ്പോഴാണ്? അതിനാണ് കുളിക്കണം എന്ന് പറയുന്നത്. രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് അത്രയധികം പ്രാധാന്യമുണ്ട് അല്ലെ? രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കന്നെ വേണം. തന്റെ ജീവിതത്തിലെ നല്ല 100 കാര്യങ്ങളെ മാറ്റി വെച്ചിട്ടാണെങ്കിലും ആദ്യം വേണ്ടത് എന്താ? കുളിക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എഴുന്നേറ്റ് കഴിഞ്ഞാൽ സ്നാനത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. അപ്പോഴാണ് ശരീരം ശുദ്ധമായിട്ട് തീരുന്നത്. അപ്പോ ബാഹ്യമായിരിക്കുന്ന ശുചിത്വം. ഇപ്പൊ എങ്ങനെയാണ് ആ സ്നാനം എന്നുള്ളത് 3 തരത്തിൽ വർണ്ണിക്കും. ഉത്തമമായിരിക്കുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ വെള്ളത്തില് മുങ്ങി കുളിക്കുന്നതാണ് ഉത്തമമായിരിക്കുന്ന സ്നാനം. എങ്ങനെയുള്ള വെള്ളത്തില്? ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉത്തമമായിരിക്കുന്ന സ്നാനം. അപ്പോ ഇതൊക്കെ വല്ല പുഴയോ കടലോ ഒക്കെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അത് ചെയ്യാനല്ലാതെ വെള്ളമില്ലാത്ത ആൾക്കാരുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂലേ? ഏതൊരു വീടിന്റെ അടുത്തൊന്നും വെള്ളം ഇല്ലാച്ച നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ എന്ത് വേണം? ഈ ഒഴുകുന്ന ജലത്തിൽ പോയിട്ട് സ്നാനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഉത്തമ സ്നാനം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. നാളിപ്പോ നമ്മൾ കണ്ടല്ലോ പ്രയാഗയിലൊക്കെ എന്തുണ്ടായി? സ്നാനകർമ്മങ്ങൾ ഉണ്ടായി. നമ്മളെ നാട്ടിലോ അത് അല്ലെ? ഭാരതപ്പുഴയിലൊക്കെ അവിടെ സ്നാനകർമ്മങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും ആ സ്നാനം, അതും ദമ്പതി സ്ഥാനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ദമ്പതി സ്ഥാനം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞാൽ ഭാര്യയുടെ കയ്യെ പിടിച്ച് ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് വെള്ളത്തിൽ മുങ്ങുന്നതിനാണ് ദമ്പതി സ്ഥാനം എന്ന് പറയാ. എവിടേക്കാണ് ദമ്പതി സ്ഥാനം? പ്രയാഗയിൽ പോയി കഴിഞ്ഞാൽ ദമ്പതി സ്ഥാനം ഉണ്ട്. രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ ദമ്പതി സ്നാനം നടത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ സ്നാനം ചെയ്യുന്ന സമയത്താണ് ശരീരം ശുദ്ധമായിട്ട് വരുന്നത്. ഇപ്പൊ മനസ്സ് ശുദ്ധമാവണമെന്നുണ്ടെങ്കിലോ മനസ്സില് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ മനസ്സിലേക്ക് നന്നായിട്ട് കണ്ണിക്കണം. ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അല്ലെ? എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ഭൂമി തൊട്ട് തലയിൽ വെക്കണം. നേരത്തെ നാരായണ കവച മന്ത്രം നമ്മൾ അനുസ്മരിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു ആദ്യം ജപിക്കേണ്ട മന്ത്രം എന്താണ്? ശ്രീ കേശവായ നമഃ. എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ഭൂമി കൈകൊണ്ട് തൊട്ട് തലയിൽ വെക്കുമ്പോ ശ്രീ കേശവായ നമഃ എന്ന് പറഞ്ഞ് പിന്നെ അവിടെ ഇരുന്ന് ഏത് സ്ഥലത്താണോ നമ്മൾ കടന്നത് അവിടെ ചമ്രം പടിഞ്ഞിരുന്ന് ഒരു 2 മിനിറ്റ് നേരം ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ, മഹാവിഷ്ണു സ്വരൂപത്തിനെ മനസ്സിലേക്ക് എന്നും നന്നായിട്ട് ധ്യാനിക്കണം. അപ്പോഴാണ് നമുക്ക് ശാന്തി ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് സമാധാനം ജീവിതത്തിൽ ഉണ്ടാവുക. ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോടുകൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട് ഞൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി വനമാല അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണ മോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി പാലിട്ട് തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി മയിൽപ്പീലി അണിഞ്ഞ സാക്ഷാൽ ഭഗവാന്റെ പാദാദികേശം കേശാദിപാദം. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ശീലം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല മനസ്സിന് നല്ല ശാന്തി ഉണ്ടാവുന്നു, നല്ല സമാധാനം ജീവിതത്തിൽ ഉണ്ടാവുന്നു. ചെയ്യുന്നതായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ സാവധാനത്തിൽ ചെയ്ത്
അവർക്ക് അതിനെ പൂർത്തീകരിക്കാനായിട്ട് ഇതാ സാധിക്കുന്നു. അതാണ് ഭക്തിയുടെ ലക്ഷണമാണ് എന്ന് പറയും. വേഗം വേഗം കർമ്മം ചെയ്യല്ല. കർമ്മം എന്ത് വേണം? സാവധാനത്തില് ആ കർമ്മം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെ മനസ്സിൽ ഭഗവാനെ നന്നായിട്ട് ധ്യാനിക്കുമ്പോ ആ ആന്തരികമായിട്ടും നമുക്ക് ശുദ്ധി ഇതാ ഉണ്ടാവും. ഇങ്ങനെ രണ്ടു തരത്തിലുള്ള ശുദ്ധി നിർബന്ധമാണ്. ശുശ്രൂഷയാ വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേനച്ച. വീട്ടിലേക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മള് ഗൗരവത്തിൽ ഇരിക്കണം എന്ന് പറയും. എന്തായാലും തിരുമേനി പറഞ്ഞത് വളരാണ്. ആരെങ്കിലും വീട്ടിലേക്ക് വരുമ്പോ ഞാൻ കണ്ണുകെട്ടി നോക്കും. ഞാൻ കണ്ണുകെട്ടി നോക്കുന്നതിനല്ല ഗൗരവം എന്ന് പറയും. ഗൗരവം എന്ന് പറയാത്ത അർത്ഥം ചിരിക്കുന്ന മനോഭാവത്തോട് കൂടിയിട്ട് എല്ലാവരെയും നമ്മള് തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് പറയും. അല്ലെ, ഗൃഹം എന്ന് പറയുന്നത് അർത്ഥം ഗൃഹ്യതേ ഇതി ഗൃഹം, പിടിച്ചിരുത്തുന്നതിനാണ് ഗൃഹം എന്ന് പറയാം. അപ്പൊ ആര് വേണം പിടിച്ചിരുത്തുക? ആ വീട്ടിൽ ആരാണോ ഉള്ളത് അവര് മറ്റുള്ള ആൾക്കാരെ അവിടെ തന്നെ പിടിച്ചിരുത്തും. ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നു വെച്ചോ ഭഗവാനെ അവിടെ പെട്ടുകയല്ലോക്ക് വേഗം പോണേ കൂടെ എന്നുള്ള ഒരു മനോഭാവം വരുന്ന ആളുകൾക്ക് ഉണ്ടാവാൻ പാടില്ല. ആ വരുന്ന ആൾക്കാരോട് എന്ത് വേണം? നല്ല സ്വഭാവത്തോട് കൂടിയിട്ട് നല്ല വാക്കുകൾ. എപ്പോഴാണ് നല്ല വാക്കായിട്ട് തീരുക? അല്ലെ, മറ്റുള്ളവരെ പറ്റി വന്ന ആളെ പറ്റിയിട്ട് നമ്മൾ നല്ലത് പറയുന്ന സമയത്താണ് അവർക്ക് കേൾക്കാൻ സന്തോഷം ഉണ്ടാവും. അല്ലാതെ നമ്മളെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് വെച്ചാലോ, നമ്മളെ കേരളത്തിൽ നമ്മൾ ഇങ്ങനെ കുറെ പറയാവും. അതാർക്കെങ്കിലും കേൾക്കാൻ ഇഷ്ടമുണ്ടോ? അല്ലേ, ഒരാൾക്കും കേൾക്കാൻ ഇഷ്ടമല്ലേ? ആരെ പറ്റിയിട്ട് പറയുമ്പോ ആരാണോ വന്നത് അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ നമുക്കറിയാലോ അല്ലെ, കല്യാണമൊക്കെ കഴിഞ്ഞ വീട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന്റെ ആൽബം ഒക്കെ നോക്കുമ്പോ ആ ആൽബം കല്യാണക്കാരെന്ത് ചെയ്യും? അവരുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇത് എന്റെ അച്ഛനാണ്, ഇത് അമ്മയാണ്, ഇത് ഭാര്യയുടെ ഏട്ടനാണ്, ഭാര്യ. ഇവരൊക്കെ ഫോട്ടോ കാണാൻ നമുക്ക് ഇഷ്ടമുണ്ടോ? നമുക്ക് ഏത് ഫോട്ടോ കാണാൻ ഇഷ്ടമുള്ളൂ? തന്റെ ഫോട്ടോ അതിലുണ്ടോ? അത് കുറെ നേരം നോക്കാൻ നമ്മൾ ഇതാ നോക്കും. ഇതേപോലെ വരുന്ന ആളുകൾക്കൊരു പ്രാധാന്യം നമ്മൾ ഇതാ കൊടുത്തുകൊണ്ട് അവരെ പറ്റിയിട്ട് അവരുടെ കാര്യങ്ങളെ കൂടുതൽ അങ്ങനെ സംസാരിച്ച അവർക്കൊരു ബഹുമാനത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കേണ്ടതാണ്. ഇങ്ങനെ ശുശ്രൂഷയ സൗഹൃദേന, സൗഹൃദ ഭാവത്തിലായിരിക്കണം ജീവിതം എന്ന് പറയും. ഇപ്പൊ സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഹൃത് ഭാവം എന്നർത്ഥം. സുഹൃത് ഭാവം. അപ്പോ രണ്ടു പേര് തമ്മിലല്ല വിവാഹം, പിന്നെയോ രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് വിവാഹം. രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് വിവാഹം. അപ്പൊ വിവാഹ സമയത്ത് സൗഹൃദ ഭാവം ഉണ്ടായിരിക്കണം. അതാണ് പാണിഗ്രഹണം എന്ന് പറയും. കൈ പിടിക്കുന്നതിനാണ് പാണിഗ്രഹണം എന്ന് പറയും. പാണിഗ്രഹണ സമയത്ത് നമ്മൾ വലിയ ഒരു പ്രതിജ്ഞയാണ് എടുക്കുന്നത്. എന്താ പ്രതിജ്ഞ എടുക്കുന്നത്? മിത്രോസി, ഇനി ഞങ്ങൾ മിത്രങ്ങളായിട്ടാണ് ജീവിക്കുക, മിത്രങ്ങളായിട്ടേ ജീവിക്കൂ, സുഹൃത്തുക്കളായിട്ടേ ജീവിക്കൂ. ഇപ്പൊ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെ, സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എങ്ങനെയെന്ന് നോക്കാതെ അങ്ങോട്ട് സ്നേഹിക്കുക. ഇങ്ങോട്ട് എന്തായാലും തിരക്കടില്ല, അങ്ങോട്ട് സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ആൾക്കാരെയാണ് സുഹൃത്തുക്കള് എന്ന് പറയുക. ഇങ്ങോട്ട് എങ്ങനെയെന്നുള്ളത് നോക്കണില്ല, അങ്ങോട്ട് സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ആൾക്കാരെയാണ് സുഹൃത്തുക്കള് എന്ന് പറയാം. ഇപ്പൊ ഭർത്താവ് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നോക്കാതെ, ചില ഭർത്താക്കന്മാർ അങ്ങനെ ഉണ്ട്. രാവിലെ ആവാൻ കാത്തവും ഭാര്യനോട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞ് അപ്പൊ നല്ല ധർമ്മബോധമുള്ള ഭാര്യ അടിച്ചാലോ ഭാര്യ പറയും പറയലൊക്കെ കഴിഞ്ഞാൽ മനുഷ്യ എന്നാൽ അങ്ങോട്ട് ഒരു കാര്യം പറയാൻ, നിങ്ങൾക്ക് രാവിലെ കഴിക്കാൻ എന്താ വേണ്ടത് എന്താ വെച്ചാൽ പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ട് എന്ത് പറയണമെന്ന് നോക്കാതെ അങ്ങോട്ട് സ്നേഹിക്കുക മാത്രം ചെയ്യുന്ന ഭാവത്തിനാണ് സൗഹൃദം എന്ന് പറയാം. ആ സൗഹൃദ മനോഭാവത്തോട് കൂടിയിട്ട് ഭാര്യ ഭർത്താക്കന്മാര് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. വാച മധുരയാച്ചപ്പോ, മാധുര്യമേറിയതായിരിക്കുന്ന വാക്കുകൾ മാത്രമേ വീട്ടിലിരുന്ന് പറയാനായിട്ട് പാടുള്ളൂ. നല്ല വാക്കുകളെ പറയാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് നല്ല വാക്കുകളെ പറയാൻ പാടുള്ളൂ പറയുന്നത്? കുട്ടി അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുന്ന സമയത്തും അച്ഛനമ്മമാര് എന്തൊക്കെയാണ് പറയണത് എന്ന് വയറിന്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ശ്രദ്ധിക്കും. അല്ലെ, കുറച്ച് കഴിഞ്ഞാൽ കുട്ടി പറയും ഇതൊക്കെ ഞാൻ തിരിച്ചു പറഞ്ഞോളാട്ടോ അമ്മയെ, വലിയ താമസമില്ലാതെ ഞാൻ തിരിച്ചു പറഞ്ഞോളാതെ വയറിന്റെ ഉള്ളിലിരുന്ന് ആ കുഞ്ഞ് നമ്മളോട് പറയുന്നുണ്ട്. ചെറിയ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവർക്ക് നല്ല വാക്കിനെ മാത്രം പ്രദാനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. വിസൃജ്യ കാമം, ആഗ്രഹങ്ങളൊക്കെ കുറച്ചുകൊണ്ട്, ലോഭം ദേഷ്യത്തിനെയൊക്കെ കുറച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഗൃഹസ്ഥാശ്രമം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോൾ ദേഷ്യത്തിനെ കുറയ്ക്കണം എന്ന് പറയും. അല്ലെങ്കിലും ഇനി ഞങ്ങൾ ദേഷ്യപ്പെടില്ല എന്നൊക്കെ പ്രതിജ്ഞ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഇറങ്ങി വരുന്നത്. അതായത് കൈ കൊടുക്കണ സമയത്ത്, പാണിഗ്രഹണ സമയത്ത് വേറെ കുറെ മന്ത്രങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? അഘോര ചക്ഷു, ഭർത്താവ് ഭാര്യനോട് പറയൂത്രേ ഇനി ഞാൻ നിന്റെ മുഖത്തേക്ക് കണ്ണുരുത്തി നോക്കില്ല. ഭാര്യ പറയും ഞാനും എന്ന് പറയും. അത്രത്തോളം കാലം കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ടെന്ന് സംശയം. ദേഹികള് കണ്ണുരുത്തി നോക്കില്ല എന്നൊക്കെ
നമ്മൾ പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഇതാ ഇറങ്ങിയതാ വരുന്നത്. അങ്ങനെ ആ സൗഹൃദപൂർവമായി സ്നേഹത്തോടു കൂടിയിട്ട് അവർക്ക് ഇതാ ജീവിക്കാനായിട്ട് ഇതാ സാധിച്ചു. അങ്ങനെ കർദമ പ്രജാപതി ഒരു ദിവസം ദേവഹൂതി ദേവിയോട് പറഞ്ഞു, എന്റെ ഈ ശുശ്രൂഷയൊക്കെ കണ്ട് എനിക്കിതാ സന്തോഷായി. എന്താ നിനക്ക് ജീവിതത്തിലെ ആഗ്രഹം? ഇപ്പൊ ഗൃഹസ്ഥാശ്രമം തന്നെയാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. വലിയതായിരിക്കുന്ന ഒരു വിമാനം നേരെ മുന്നിൽ അങ്ങനെ ഇതാ വന്നു നിന്നു. വിമാനത്തിൽ കയറി അവരെങ്ങനെ ലോകം മുഴുവനും സഞ്ചരിച്ച് വിമാനം ഭൂമിയിൽ എത്തിച്ചേർന്നതോടുകൂടി ഇപ്പോ കർദമ പ്രജാപതിയിൽ ദേവഹൂതി ദേവിക്ക് 9 പെൺകുട്ടികൾ ഇതാ ഉണ്ടായി. 10ാമതായിട്ട് സാക്ഷാൽ ഭഗവാൻ തന്നെ പുത്രനായി കപില വാസുദേവരായിട്ട് അവതരിച്ചു. ഭഗവാനെ കണ്ടതോട് കൂടിയിട്ട് കർദമ പ്രജാപതി നേരെ കാട്ടിലേക്ക് തപസ് ചെയ്യാനായി പോയി. ഇപ്പോ ആശ്രമത്തില് അകപ്പാടെ ദേവഹൂതി ദേവിയുണ്ട്, കർദമ പ്രജാപതി ദേവഹൂതി ദേവിയുണ്ട്, കപില വാസുദേവരുണ്ട്. ഒരു ദിവസം ആ ദേവഹൂതി ദേവി ആലോചിച്ചു, ജീവിതത്തില് ഭഗവത് കാര്യങ്ങളെ പറഞ്ഞു തരാൻ സാധിക്കുന്ന നല്ലതായ ഒരു പുരുഷനെ, നല്ല അറിവുള്ളതായിരിക്കുന്ന ഒരു പുരുഷനെയാണ് എനിക്ക് ഭർത്താവായിട്ട് ഇതാ കിട്ടിയിട്ടത്. എന്നാലോ ഇതുവരെ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ച് ജീവിച്ചത് കൊണ്ട് ഒരു ഈശ്വര കാര്യവും ചോദിച്ചറിയാനായിട്ട് ഇതാ സാധിച്ചില്ല. അതുകൊണ്ട് ഇനിയുള്ളതായിരിക്കുന്ന സമയം ഭഗവത് കാര്യങ്ങളെ ചോദിച്ചത് അറിയണം. ഒരു ദിവസം ദേവഹൂതി ദേവി തന്റെ പുത്രനായ സാക്ഷാൽ ഭഗവാന്റെ പാദങ്ങളിലേക്ക് വന്ന് വീണത നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിർവിണ്ണാമിതരാം ഭൂമൻ അസത് ഇന്ദ്രിയതരേഷണാത് ഇഹന സംഭാവ്യമാനേന പ്രപന്നാന്തം തമ പ്രഭോ. നിർവിണ്ണ നിതരാം ഭൂമൻ അസത് ഇന്ദ്രിയതരിഷണാത്. ഭഗവാനെ, ഈ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന്റെ പിന്നാലെ ഓടിപ്പോയത് കൊണ്ട് എനിക്കിപ്പോ ഭഗവത് കാര്യങ്ങളൊന്നും ചോദിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല, പ്രപന്ന അന്തം തമ പ്രഭോ, ഒരു കൂരിരുട്ടിലാണ് ഞാനിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സസ്യത്വം തമസോന്തസ്യ നിഷ്പാദസ്യാദ്യപാരകം സച്ചക്ഷു ജന്മനാം അന്തേ ലബ്ധം മേ ത്വദനുഗ്രഹാത്. ജന്മനാം അന്തേ, എന്റെ ജന്മത്തിന്റെ അന്തത്തില്, അതായത് 84 ലക്ഷം ശരീരത്തിന്റെ ഉള്ളിൽ പോയി ജനിച്ച് അതിന്റെ അവസാനത്തിൽ മാത്രം കിട്ടിയതായ ഈ മനുഷ്യജന്മം, ആ മനുഷ്യജന്മത്തിലും എനിക്ക് ഒരു സ്ത്രീയായിട്ട് ജനിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ എന്റെ ആ ബാല്യകാലമൊക്കെ അതാ കഴിഞ്ഞു. യൗവനകാലം, ഒരു പുരുഷനോട് കൂടിയിട്ട് യൗവനകാലവും ഇതാ കഴിഞ്ഞു. മാത്രമല്ല കുട്ടികളൊക്കെ ഉണ്ടായി. കുട്ടികളെയൊക്കെ വേണ്ട രീതിയിൽ വിവാഹമൊക്കെ കഴിച്ചതാ കൊടുത്തു. ജന്മനാം അന്തേ, ഈ ജന്മത്തിന്റെ അവസാനമായിട്ട് ഇതാ മാറി. അതുകൊണ്ട് ഇനി ഉള്ളതായിരിക്കുന്ന സമയം പരമമായിരിക്കുന്ന ആനന്ദം എനിക്ക് അനുഭവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങയെ കാണുമ്പോൾ അങ്ങയിലേക്ക് യോജിക്കണം എന്നാണ് ഞാനിത് ആഗ്രഹിക്കുന്നത്. അതിന് ഞാൻ എന്താണ് വേണ്ടത്? പരമമായിരിക്കുന്ന ആനന്ദം എനിക്ക് ഉണ്ടാവാൻ ഞാൻ എന്താണ് വേണ്ടത് എന്ന് ആ ദേവഹൂതി ദേവി ഭഗവാനോട് കപിലവാസുദേവരോട് ചോദിച്ചപ്പോ കപിലവാസുദേവര് അതിന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇവിടെ കപിലോപദേശമായിട്ട് ഭാഗവതത്തിൽ ഇതാ വർണ്ണിക്കുന്നത്. അമ്മയുടെ വാക്കൊക്കെ കേട്ടപ്പോ ഭഗവാൻ ഒന്ന് നന്നായിട്ട് ഇതാ ചിരിച്ചു. ഭഗവാന്റെ ആ ചിരി കണ്ടതോടുകൂടി തന്നെ ദേവഹൂതി ദേവിയുടെ ഒരുവിധം പ്രയാസമൊക്കെ ഇതാ ഇല്ലാതെ. നമ്മളൊക്കെ സ്ഥിതി ആലോചിച്ച് നോക്കൂ അല്ലെ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വലിയ വലിയ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോ നമ്മൾ അവരുടെ മുഖത്തേക്ക് ആദ്യം ചിരിച്ചിട്ടാണോ വർത്തമാനം പറയുക? അല്ലെ പറയാ, അയ്യോ ഇതൊക്കെ എത്രയോ നിസ്സാര, നിങ്ങൾ ഇതിനേക്കാളും വലിയ ഓരോ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതാ കയറി വരാൻ പോണത് എന്ന് പറഞ്ഞ് അവരെ പിന്നെയും പിന്നെയും ആൾക്കാർ ഇതാ ബുദ്ധിമുട്ടിക്കും. എന്നാൽ നമ്മളുടെ വലിയ വലിയ പ്രയാസങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ച് ഭഗവാന്റെ മുന്നിലേക്ക്, ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലേക്ക് പോയി നിൽക്കുമ്പോ ഭഗവാൻ എങ്ങനെയാ അവിടെ ഇരിക്കുക? ചിരിക്കുന്നതായിരിക്കുന്ന ഭഗവാനെ നമുക്ക് ഇതാ കാണാനായിട്ട് സാധിക്കും. എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരണോ ഈ ഭഗവാനോട് ആണ് നമ്മൾ ഇതാ പറയുന്നത്. അപ്പോഴേ ദുഃഖങ്ങളൊക്കെ ഇതാ ഇല്ലാതാവും. നമാമി സദ്ധർമ്മവിധാം വരിഷ്ഠം, ഞാൻ അങ്ങയുടെ പാദങ്ങളിലേക്ക് ഇതാ വീണ നമസ്കരിച്ചു. അത് എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ സദ്ധർമ്മവിധാം വരിഷ്ഠം, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മം അത് എന്നോട് ഇതാ പറഞ്ഞു തരണേ. അപ്പൊ ഭഗവാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, അമ്മേ എല്ലാവിധ ആനന്ദവും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാള് യോഗ മാർഗങ്ങളെ സ്വീകരിക്കുകയാണ് ഇതാ വേണ്ടത്. അത് ഏറ്റവും ഉത്തമമായിരിക്കുന്ന യോഗമാർഗമാണ് ഭക്തിയോഗം. ഭക്തിയോഗം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സജ്ജനങ്ങളായിരിക്കുന്ന ആളുകളോട് കൂടിയിട്ട് കൂട്ടുചേരുകയാണ് ഇതാ വേണ്ടത്. അപ്പോൾ ആരാ ഈ സജ്ജനങ്ങള്? ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല ആളാണോ ചീത്ത ആളാണോ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് ഇതാ പറ്റില്ല. ഭസ്മം കൊണ്ടൊരു 3 കുറിയുണ്ട്,
അത് കഴിഞ്ഞ് ഒരു മഞ്ഞ കൊടി കണ്ടു, അത് എടുത്തിട്ടു. ഗണപതിന്റെ അടുത്തെത്തിയപ്പോ കറുത്ത കൊടി കണ്ടു, അത് എടുത്തിട്ടു. ഭഗവതിന്റെ അടുത്തെത്തിയപ്പോ ചുവന്ന കൊടി ഉണ്ട്, അത് എടുത്തിട്ടു. എന്തോ മഹാഭാഗ്യത്തിന് പച്ചക്കൊടി ഇതുവരെ കണ്ടെത്തി എന്നുവെച്ചാൽ അങ്ങനെയാണ് ഈ കൊടി എടുത്തത്. അങ്ങനെ കുറെ കുറി ഇട്ടത് കൊണ്ട് ഒരാൾ സജ്ജനാവൂ, കുറി ഇട്ടത് കൊണ്ട് സജ്ജന അല്ലാതെ ആവൂ. അപ്പൊ ഇതൊന്നുമല്ല സജ്ജനത്തിന്റെ ലക്ഷണം. എന്താ സജ്ജനത്തിന്റെ ലക്ഷണം? സ്ഥിതിക്ഷവക്കാരുണിക സുഹൃതസർവദേഹിനാം അജാതശത്രവശാന്ത സാധവ സാധുഭൂഷണ മയി അനന്യേന ഭാവേന ഭക്തിം കുറുവന്തിയേ ദൃഢാം മൽകൃതേ ത്യക്തകർമാണ ത്യക്തസ്വജനബാന്ധവ. തന്റേത് എന്നുള്ളതായിരിക്കുന്ന സകല വസ്തുക്കളെയും മാറ്റി നിർത്തി ഈശ്വര കാര്യത്തിലേക്ക് ആർക്കാണോ ശ്രദ്ധ വയ്ക്കാനായിട്ട് ഇതാ സാധിക്കുന്നത് അവരെയാണ് സജ്ജനങ്ങൾ എന്ന് പറയുന്നത്. എപ്പോഴും ഭഗവത് കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം. രാവിലെ ഭഗവാൻ നിവേദ്യം കഴിച്ചതിന് ശേഷമേ ഞാൻ ഭക്ഷണം കഴിക്കൂ. നമ്മളൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണോ? നമ്മളൊക്കെ ഭക്തന്മാര് എന്ന് പറഞ്ഞത് നടക്കിട്ടല്ലാതെ ഭഗവാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷമേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. ഭഗവാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിന്റെ പ്രസാദമാണ് ഞാനിതാ കഴിക്കുക. ഭഗവാൻ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷമേ ഞാനിതാ ഭക്ഷണം കഴിക്കൂ. മൽകൃതേ ത്യക്തകർമ്മാണ്. തന്റെ എല്ലാവിധ കാര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഈശ്വര കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായ സജ്ജനങ്ങളായിരിക്കുന്ന ആൾക്കാര്, ആ സജ്ജനങ്ങളായിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചേർന്ന് കഴിഞ്ഞാലോ അവർക്ക് എപ്പോഴും ഈശ്വര കഥകൾ മാത്രമേ പറയാനുണ്ടാവും. സതാം പ്രസംഗൻ മമ വീര്യസംവിദോ ഭവന്തി ഹൃത് കർണ രസായന കഥാഹ. തന്റെ കാതിന് ഇഷ്ടപ്പെട്ടതായ രസായനങ്ങളായിരിക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന കഥകളെ പറഞ്ഞു തരുന്നതായ സജ്ജനങ്ങളോട് കൂടിയിട്ട് കൂട്ടുചേരുന്ന സമയത്താണ് ഒരാൾക്ക് ഭക്തി ഉണ്ടാവുന്നത്. ഇങ്ങനെ ഭക്തിയുടെ വിത്തിനെ ഭഗവാന്റെ കഥ കേൾക്കുന്ന ഓരോരോ ആളുകളുടെയും ഹൃദയത്തില് ഭഗവാൻ കൊണ്ടുപോയിട്ടതാ വെക്കുന്നു. ഒരു നല്ല കർഷകൻ ഒരു സ്ഥലത്ത് ഒരു വിത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ വിത്തിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ നോക്കും. ഇത് നന്നായിട്ട് ഇതാ വളർന്നു വരുന്നില്ലേ, അല്ലെ? അതിന് വെള്ളം വേണിച്ചാൽ വെള്ളം കൊണ്ടുപോയി കൊടുക്കും. അതിന് വളാണിച്ച അത് ഇതാ കൊണ്ടുപോയി കൊടുക്കുന്നത് പോലെ ഇയാളുടെ ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഭക്തനെ ഇങ്ങനെ ഇതാ വന്നതാ നോക്കും. അങ്ങനെ ഒരാളുടെ ഭക്തി എങ്ങനെ വർദ്ധിച്ച് ഒരാൾ യഥാർത്ഥ ഭക്തനായിട്ട് ഇതാ തീരുമ്പോ എന്നെ അവർക്ക് നേരിട്ട് കാണാനായിട്ട് ഇതാ സാധിക്കണം. എങ്ങനെയാണോ ഒരു ഭർത്താവിനെ കാണുന്നത്, ഭാര്യയെ കാണുന്നത്, ഒരു പുത്രനെ നമ്മളിതാ കാണുന്നത്, അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ നേരിട്ട് കാണണമെന്ന് വിചാരിക്കുന്ന ഒരാള് ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഉപാസിച്ചാലും മതി. കുറൂരമ്മ ഭഗവാനെ കണ്ടതുപോലെ, വില്ലമല സ്വാമിയാര് സാക്ഷാൽ ഭഗവാനെ കണ്ടതുപോലെ, പൂന്താനം വല്ലാതെ പ്രയാസപ്പെട്ട് ഗുരുവായൂരമ്പലത്തിലേക്ക് പോണ സമയത്ത് കള്ളന്മാരുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ആ പൂന്താനം ഭഗവാനെ ഉറക്കം വിളിച്ചതാ കരഞ്ഞു. യാത്വരാദ്ര ഉപദീത്രാണേ യാത്വരാ ഗജരക്ഷണേ, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്നുള്ള പൂന്താനത്തിന്റെ കരച്ചില് കേട്ടപ്പോ ഭഗവാൻ കുതിരയുടെ പുറത്ത് ഒരു പടനായകനായിട്ടാണ് ഇതാ വന്നത്. അദ്ദേഹത്തിനെ കണ്ട സമയത്ത് പൂന്താനം പറഞ്ഞു, അയ്യോ അങ്ങക്ക് പ്രതിഫലമായിട്ട് തരാൻ എൻ്റെ ഒന്നും ഇല്ലാട്ടോ, ഒരു കാര്യം ചെയ്യൂ, ഈ മോതിരം കയ്യിൽ പിടിച്ചോളൂ പറഞ്ഞ് തന്റെ സ്വർണ്ണ മോതിരം പൂന്താനം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇതാ കൊടുത്തു. പിറ്റേ ദിവസം ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചങ്ങനെ നിൽക്കുമ്പോ മേശാന്തി ഇലയില് പൂവും ചന്ദനും കളവും ഒക്കെപ്പാടെടുത്ത് പൂന്താനത്തിന്റെ കയ്യിലേക്ക് കൊടുത്ത സമയത്ത് അതില് കളവും ചന്ദനും പൂവും മാത്രമല്ല താൻ ഇന്നലെ കൊടുത്ത് ആ മോതിരം കാണാനായിട്ട് ഇതാ സാധിച്ചു. ആരാ തന്നെ വന്ന് രക്ഷിച്ചത് എന്ന് പൂന്താനത്തിന് എന്താ മനസ്സിലായി. നമുക്കും പലതരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ചിലപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും അല്ലെ നമ്മുടെ ഏറ്റവും ബന്ധപ്പെട്ട ആളായതുകൊണ്ട് വന്നതാണ്. ആരാ അവരെ നമ്മുടെ അടുത്തേക്ക് ഇതാ പറഞ്ഞയക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇത് ആലോചിക്കില്ലേ? അല്ലേ? സാക്ഷാൽ ഭഗവാനാണ്. ഈശ്വരനെ ഉപാസിക്കുന്നത് കൊണ്ട്, നമ്മളുടെ ഉപാസനയുടെ പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഭഗവാൻ പല വിഷമഘട്ടങ്ങളിലും ഭഗവാൻ നമ്മളെ ഇതാ രക്ഷിക്കുന്നത്. രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആരെങ്കിലും ഒരാളെ നമ്മളെ അടുത്തേക്ക് ഇതാ പറഞ്ഞയക്കും. യേശാമഹം പ്രിയ ആത്മാ സുതശ്ച. ചിലപ്പോ ഗുരുനാഥനായിട്ടായിരിക്കും, ചിലപ്പോ കുട്ടികളായിട്ടായിരിക്കും, ചിലപ്പോ ഏതെങ്കിലും വൈദ്യന്മാരായിട്ടായിരിക്കും നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ആരെങ്കിലും നമ്മളെ അടുത്തേക്ക് ഇതാ പറഞ്ഞയക്കണം. ഇങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കും. പിന്നീട് സാഖ്യയോഗത്തിനെ വർണ്ണിച്ചു. സംഖ്യ കൊണ്ട് ഭഗവാനെ ഇതാ മനസ്സിലാക്കി. 5 ഗുണിതങ്ങളാണ് ഇന്ന് ലോകത്ത് കാണുന്ന സകല വസ്തുക്കളും എന്ന് മനസ്സിലാക്കുന്നതിനാണ് സാഖ്യയോഗം എന്ന് പറയാം. പിന്നീട് ഭഗവാനെ ധ്യാനിക്കേണ്ട ആ ധ്യാനയോഗമാണ് വർണ്ണിക്കുന്നത്. അല്ലേ? അപ്പൊ ധ്യാനിക്കണം എന്ന് വെച്ചാൽ എന്ത് വേണം? ആ വസ്തുവിനെ നല്ല പരിചയം ഉണ്ട് വെച്ചാൽ നമുക്ക് വേഗം ധ്യാനിക്കാൻ പറ്റും. ഒരു മകനെ അമ്മയ്ക്ക്
മനസ്സിലേക്ക് വിചാരിക്കണം എന്ന് വെച്ചാല് മനസ്സിലെ കാര്യം വരണം എന്ന് വെച്ചാൽ മകന്റെ രൂപം മനസ്സിലെ കാര്യം വരണം എന്ന് വെച്ചാൽ ധ്യാനിക്കേണ്ട ഒരു സ്ഥലത്ത് ഇരിക്കേ അതിനൊന്നും ആവശ്യമില്ല. നേരാവണ്ണം ഇരുന്ന് കഴിഞ്ഞിട്ട് വേറെ ധ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ കാരണം? നല്ല പരിചയമുണ്ട് അല്ലെ. എന്നാ ഭഗവാനെ ധ്യാനിക്കാൻ പുറപ്പെട്ട് കഴിഞ്ഞാലോ അത്ര പെട്ടെന്ന് ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിലേക്ക് ഇതാ കയറി വരിക. അതിനെന്ത് വേണം? അഷ്ടാംഗ യോഗ മാർഗങ്ങളെ നമ്മളിതാ സ്വീകരിക്കണം. അതിനാണ് ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം തുടങ്ങിയതായിരിക്കുന്ന മാർഗങ്ങളിലൂടെ മനസ്സിനെ നന്നായിട്ട് ഇതാ നിയന്ത്രിക്കണം. മനസ്സിനെ നിയന്ത്രിച്ച് കടക്കുന്ന ആകൃതിയിലുള്ള താമരപ്പൂവിനെ പോലെയുള്ള മനസ്സിനെ പകുതി പിരിഞ്ഞതായിരിക്കുന്ന താമരപ്പൂവിന്റെ ആകൃതിയിൽ ഇതാ ധ്യാനിച്ച് കർണികായാം പഞ്ഞമധ്യേ സ്മരേദ്രൂപം മമേതത് ധ്യാനമംഗളം. അതിമനോഹരമായിരിക്കുന്ന ഭഗവാന്റെ ആ സ്വരൂപത്തിനെ നമ്മളിതാ നേരത്തെയൊക്കെ ധ്യാനിച്ചതായ ഭഗവാന്റെ ആ അതിമനോഹര സ്വരൂപത്തിനെ അങ്ങനെ നമ്മളങ്ങനെ ധ്യാനിക്കുന്നതോടുകൂടി ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കുമ്പോ, ഭഗവാന്റെ ആ കാൽമുട്ടുകളെ നന്നായിട്ട് ധ്യാനിക്കുമ്പോ, ഭഗവാന്റെ പീതാംബരപ്പെട്ടിനെ നന്നായിട്ട് ധ്യാനിക്കുമ്പോ, ഭഗവാന്റെ അരയിലുള്ളതായിരിക്കുന്ന ആ കാഞ്ചിയെ നന്നായിട്ട് ധ്യാനിക്കുമ്പോ, ഭഗവാന്റെ കഴുത്തിലുള്ളതായിരിക്കുന്ന മാലകളെ നന്നായിട്ട് ധ്യാനിക്കുമ്പോ, ഭഗവാന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ആയുധങ്ങളെ നന്നായിട്ട് ധ്യാനിക്കുമ്പോ, അതിമനോഹരമായിട്ടുള്ള ഭഗവാന്റെ പുഞ്ചിരി, ഉയർന്നതായിരിക്കുന്ന നാസിക, വാലിട്ട് തൃക്കണ്ണ് എഴുതിക്കൊണ്ടുള്ള ഭഗവാന്റെ കാരുണ്യ കടാക്ഷം, ഭഗവാന്റെ ആ നെറ്റിയുള്ളതായിരിക്കുന്ന ഗോപിക്കുറി, സ്വർണത്തിന്റെ കിരീടം, മയിൽപ്പീലി അണിഞ്ഞ സർവേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ രൂപത്തിനെ നന്നായിട്ട് അങ്ങനെ ധ്യാനിക്കുമ്പോഴാണ് എല്ലാവിധ ദുഃഖങ്ങളും നമ്മളിൽ നിന്ന് ഇല്ലാതായിട്ട് തീരുന്നത്. പിന്നെന്ത് വേണം? അവസാനം ഭഗവാന്റെ ആ പുഞ്ചിരിയെ തന്നെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുക. ഭഗവാന്റെ ആ ചിരിയെ നമ്മൾ നന്നായിട്ട് ധ്യാനിക്കുക അല്ലെ. നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. നമുക്കിപ്പോ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിയെ എപ്പോഴും ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ കുട്ടി ആദ്യമായിട്ട് ചിരിക്കണത് എപ്പോഴാ? കുട്ടികൾ ആദ്യം ചിരിക്കുക അമ്മമാർക്കൊക്കെ നന്നായിട്ട് അറിയാം. കുട്ടികളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം അമ്മമാര് ശ്രദ്ധിച്ചാൽ മനസ്സിലായി എപ്പോഴാ കുട്ടി ആദ്യം ചിരിക്കുക. കുട്ടി ആദ്യം ഉറക്കത്തിലാ ചിരിക്കുക. അങ്ങനെ മരുന്ന് ഇങ്ങനെ കിടക്കുമ്പോ കുട്ടി ഉറക്കത്തിൽ ചിരിക്കുന്നത് പോലെ ഭഗവാൻ ചിരിക്കുന്നതിനെ നമ്മൾ മനസ്സിലേക്ക് ധ്യാനിക്കുക അല്ലെ. അത് കഴിഞ്ഞിട്ടാലോ പിന്നെ കുട്ടികൾക്ക് പല്ലൊക്കെ വരുന്ന സമയത്ത് കുട്ടികളെ ചിരിക്കും. അപ്പൊ ചായയൊക്കെ കുറച്ചൊക്കെ അതേപോലെ ഭഗവാൻ ചിരിക്കുന്നതിനെ മനസ്സിലേക്ക് ധ്യാനിക്കുക. പിന്നെ പല്ലൊക്കെ വന്ന് കുറച്ചും കൂടിയൊക്കെ വലുതാവുന്ന സമയത്ത് അല്ലെ പല്ലിന് മാറ്റം വരും. ആദ്യം കീരിപ്പല്ല് പോലെയാണ് വരിക. കിരീന്റെ പല്ല് അല്ലെ കണക്കാരുണ്ടാവില്ല. കീരിപ്പല്ല് പോലെ പല്ല് വരുന്ന സമയത്ത് കുട്ടികൾ ചിരിക്കും. പിന്നെ എങ്ങനെയാ പല്ല് വരിക? മുല്ലമുട്ട് പോലെ പല്ല് വരും. അങ്ങനെ ചിരിക്കുന്നതിനാണ് കുന്തഹാസം എന്ന് പറയും. പിന്നെ കുറച്ചും കൂടിയൊക്കെ വലുതായി കഴിഞ്ഞാൽ ഉള്ള ചിരിക്കാൻ എന്താ പറയാ? മന്ദഹാസം എന്ന് പറയും. മെല്ലെ ചിരിക്കും. പക്ഷേ ഭഗവാൻ മെല്ലെ ഇങ്ങനെ ചിരിക്കുന്നത് പോലെ സാവധാനത്തിലുള്ള ഭഗവാന്റെ ആ പുഞ്ചിരി, അങ്ങനെയുള്ള ചിരിയെ മനസ്സിലേക്ക് ധ്യാനിക്കാം. ഇങ്ങനെ ഭഗവാന്റെ ആ പുഞ്ചിരിയിൽ തന്നെ തന്റെ മനസ്സിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെ പുഞ്ചിരിക്കുന്നതായിരിക്കുന്ന ഭഗവാനെ കണ്ടുകൊണ്ട് വേണം ഈ ലോകത്ത് നിന്ന് യാത്രയാവണം എന്ന് വിചാരിക്കുന്ന ഓരോ ആളുകളും യോഗമാർഗങ്ങളെയാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ചോദിച്ചു എത്ര തരത്തില് ഭക്തി ഉണ്ട് ചോദിച്ചു. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 4 തരത്തില് ആ ഭക്തന്മാരെ നമുക്ക് മാറ്റി നിർത്താം. ഒന്ന് താമസ ഭക്തന്മാര്, പിന്നീട് രാജസ ഭക്തന്മാര്, സാത്വിക ഭക്തന്മാര്, പിന്നീടാണ് നിർഗുണ ഭക്തന്മാര്. ആയ താമസ ഭക്തന്മാര് എന്ന് പറയാ മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാവണേ എന്നുള്ള ഭാവത്തിൽ ഈശ്വരനെ ഉപാസിക്കുന്ന നമ്മളെ ഭക്തിയെയാണ് താമസ ഭക്തി. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവില്ലേ ലോകത്ത്? ഇവിടെ ഒന്നും ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാർക്കൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും അല്ലേ. ദേവിയുടെ അടുത്തൊക്കെ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കും, ഭഗവാനെ എന്നെ കൊണ്ട് സഹിക്കണം. ഇതേ ചോദിച്ചു. എന്താ ചോദിച്ചാൽ അടുത്ത വീട്ടിലെ ആൾക്ക് നല്ലൊരു കാറുണ്ട് പണ്ടേ. പോരാത്തതിന് ഇന്നലെയാണ് ഒരു പുതിയ കാറ് വാങ്ങിയത്. അത് കാണുന്ന സമയത്ത് സഹിക്കുന്നില്ല. അതുകൊണ്ട് ആ കാറ് കയറി പോണ സമയത്ത് ലോറി വന്നിട്ട് ആവണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്. അങ്ങനത്തെ ആൾക്കാരുണ്ടായിരിക്കും ലോകത്ത്. മറ്റുള്ളവർക്ക് അപകടം വരട്ടെ എന്നുള്ള രീതിയിൽ ഈശ്വരനെ എപ്പോഴെങ്കിലും നമ്മൾ ഉപാസിച്ചുവോ അപ്പോഴുള്ള നമ്മളുടെ ഭക്തിയുടെ പേരാണ് താമസ ഭക്തി എന്ന് പറയും. അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാലും ഭഗവാൻ എന്ത് ചെയ്യും? അവരുടെ ആ മനസ്സിനെ മാറ്റും എന്ന് പറയും. അവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ആ മനസ്സിനെ മാറ്റി കുറേശ്ശെ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് താമസ ഭക്തി. ഇപ്പൊ രാജസഭക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവര് അമ്പലത്തിൽ ഒരു പ്രദക്ഷിണം ചെയ്യും, വീട് നമസ്കരിക്കും, ഭഗവാന് വഴിപാടൊക്കെ കൊടുക്കും. ശ്രീകോവിലിൽ മാത്രം ഭഗവാനെ കാണുന്ന ഭക്തിയെയാണ് രാജസഭക്തി പറയുന്നത് അല്ലെ. ശ്രീകോവിലിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരുന്നത് വരെ ഒന്നും ഭഗവാനൊന്നും കാണില്ല. അപ്പൊ അടുത്തുള്ള ആൾക്കാരിലൊന്നും ഈശ്വരനെ കാണില്ല. അപ്പൊ ആരെങ്കിലും ഒക്കെ തൊഴാനായിട്ട് വരുമ്പോ ക്യൂ നോക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരാൾ ഇങ്ങോട്ട് നിൽക്കുമ്പോൾ കൈകൊണ്ട് മാറിക്കിടാറുണ്ട്. ഞാൻ തൊഴുതിട്ട് പോരെ, ഞാൻ ആരാധന വിചാരിച്ചത് ഇതൊക്കെ ഞാനാ തീർത്തിരിക്കുന്നത്, എന്നിട്ട് എനിക്ക് തൊഴാനുള്ള സൗകര്യം ഇല്ലാതെ നീ അങ്ങോട്ട് മാറി ഞാൻ തൊഴട്ടെ എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിൽ മാത്രം ഭഗവാനെ കാണും. ഒരു വഴിപാടൊക്കെ കഴിക്കും.
എന്തിനാ വഴിപാട് കഴിക്കണമെന്ന് ചോദിച്ചാൽ പ്രസാദം കിട്ടാൻ വേണ്ടി വഴിപാട് കഴിക്കുന്നത്. ആൾക്കാർ എന്താ പറയാ, രാജഭക്തന്മാര് പറയും. എന്തായാലും വീട്ടിലൊരു 10 ആൾക്കാർ വരുന്നുണ്ട്, ആ വരുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും പായസം കൊടുക്കാൻ വേണം. ഭർത്താവിന് വല്ലാത്ത നിർബന്ധ പായസം കൊടുക്കണം എന്നുള്ളത്. ഞാൻ എന്തിനാ ഭഗവാനെ ഇവിടുന്ന് ഇങ്ങനെ പുകയും കൊണ്ട് പായസം ഉണ്ടാക്കുന്നു? അപ്പൊ എന്തിനാ തിരുമേനി ശാസ്ത്രമായിട്ട് പായസം ഉണ്ടാക്കാൻ അറിയുന്നില്ല. അവിടെ വെച്ചാൽ 10 ഉറുപ്പ്യ ഉള്ളു പായസം. പിന്നെ ഭഗവാനെ ആ 10 ഉറുപ്പ്യക്ക് പായസം ചീട്ടാക്കി വരുന്ന വരവ് കാണുന്നത് അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഏറ്റവും വലിയ പാത്രമായിട്ടാണ് വരിക. ഇങ്ങനെ വഴിപാട് കിട്ടാൻ വേണ്ടി, പ്രസാദം കിട്ടാൻ വേണ്ടിയിട്ട് വഴിപാട് കഴിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ തന്റെ കാര്യത്തിന് വേണ്ടി ഈശ്വരനെ ഉപാസിക്കുന്ന ഭക്തിയെയാണ് എന്ത് പറയാ, രാജസ ഭക്തി എന്ന് പറയും. അതിൽ ഉയർന്ന ഭക്തിയാണ് സാത്വിക ഭക്തി. ഒരു വഴിപാടൊക്കെ കഴിക്കും, ഭഗവാൻ സ്വീകരിച്ചു, അത് ഭഗവാനുള്ളതാണ് എന്നുള്ള ഭാവത്തോടു കൂടിയിട്ടുള്ള ഭക്തിയെ സാത്വിക ഭക്തി എന്ന് പറയും. ഇതിലും ഉയർന്നതായിരിക്കുന്ന ഭക്തിയാണ് നിർഗുണ ഭക്തി. അതെങ്ങനെയാണ്? എല്ലാ വസ്തുക്കളിലും ഇരിക്കുന്നത് സാക്ഷാൽ ഭഗവത് ചൈതന്യം തന്നെയാണ്. അപ്പൊ ശ്രീകോവിലുള്ളതായിരിക്കുന്ന ഭഗവാന് നമ്മൾ എങ്ങനെയാണോ നിവേദ്യം കൊടുക്കുന്നത്, അതേപോലെയാണ് മറ്റ് ജീവജാലങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് നമ്മൾ നിർഗുണ ഭക്തന്മാരായിട്ട് ഇതാ മാറുന്നത്. അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഭക്തൻ കഴിക്കാൻ വേണ്ടി ചപ്പാത്തിയും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു. കൈ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി, തിരിച്ചിങ്ങോട്ട് വരുന്നപ്പോഴേക്കും 4 കാലും വാലുള്ള സാധനം ചപ്പാത്തി കടിച്ചു. എന്താ ചെയ്യാ ഭഗവാന്? അപ്പൊ ഈ നിർഗുണ ഭക്തൻ എന്ത് ചെയ്തു? കറി കയ്യിലേക്ക് എടുത്ത് 4 കാലും വാലുള്ള സാധനത്തിന്റെ പിന്നാലെ ഓടിപ്പോയിട്ട് പറഞ്ഞു, നീ ചപ്പാത്തി മാത്രം കഴിക്കണ്ട, കറി കൂടി കൂട്ടി കഴിച്ചോ. ആ ഭാവത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് നമ്മുടെ ഭക്തി എന്തായിട്ട് മാറുക? നിർഗുണ ഭക്തിയായിട്ട് ഇതാ മാറുന്നത്. അല്ലെങ്കിൽ ആ ഭാവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഓരോ പടിയാണ് താമസ ഭക്തി, രാജസ ഭക്തി, സാത്വിക ഭക്തി, നിർഗുണ ഭക്തി. നിർഗുണ ഭക്തിയിലേക്ക് നമ്മൾ സാവധാനത്തിൽ എങ്ങനെ ഉയർന്നുയർന്നുയർന്നതാ വരുന്നു. അങ്ങനെ ഭക്തിയുടെ അവാന്തര വിഭാഗങ്ങളെ വർണ്ണിച്ചു. അപ്പൊ ചോദിച്ചു, ഈ ഭക്തിയൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ആൾക്കാരുടെ അവരുടെ ജീവിതത്തിലൊക്കെ ഞാൻ തന്നെയാണ് കാരണക്കാരൻ, ഞാൻ തന്നെയാണ് കാരണക്കാരൻ വിചാരിക്കുന്നവര് അവരുടെ അവസാന കാലത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അവരിത് അനുഭവിക്കുന്നു. എന്നിട്ടോ ബുദ്ധിമുട്ടി അവരുടെ ആ മരണദേവത ആളുകളൊക്കെ അതാ പറഞ്ഞയക്കുന്നു. ഇങ്ങനെ ഈ ശരീരത്തിൽ നിന്ന് യാതനാദേഹത്തിലേക്ക് ജീവാത്മാവിനെ ആക്കി പാപം ചെയ്ത സകലവിധ പാപകർമ്മങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി അവരിതാ ദുഃഖം, നരകലോകത്തിൽ പോയിട്ട് ദുഃഖം അനുഭവിച്ച് പിന്നെയും ഭൂമിയിലേക്ക് ഇതാ എത്തിച്ചേരണം. അങ്ങനെ വെള്ളത്തിലൂടെ ഈ ജീവാത്മാവ് ഭൂമിയിലേക്ക് ഇതാ എത്തിച്ചേർന്ന് അത് ഏതെങ്കിലും വൃക്ഷത്തിന്റെ വേരിന്റെ ഉള്ളിൽ കൂടെ ജീവാത്മാവ് അങ്ങനെ ഇതാ കയറി വന്ന് ഒരു പഴത്തിന്റെ ഉള്ളില് പോയിട്ടതായിരിക്കും. ഇവിടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഇതാ ജീവിക്കുമ്പോ അവര് പുരുഷൻ ആദ്യം ഈ ജീവൻ ഉള്ളതായിരിക്കുന്ന പഴം പുരുഷൻ ആദ്യം കഴിക്കണോ. സ്ത്രീയാ പ്രവിഷ്ട ഉദരം പുംസോരേതക്കണാശ്രയ. ആ ജീവാത്മാവ് പുരുഷനിൽ നിന്ന് സ്ത്രീയുടെ ഉദരത്തിലേക്ക് ഇതാ എത്തിച്ചേരുന്നു. കലരം ത്വേകരാത്രേണ. ആദ്യത്തെ ദിവസം തന്നെ ഒരു കറുത്ത കുത്തുപോലെ ഗർഭപാത്രത്തിൽ ആ ജീവാത്മാവ് ഇതായിരിക്കണം. കലരം ത്വേകരാത്രേണ പഞ്ചരാത്രേണ ബുദ്ബുദം. 5ാമത്തെ ദിവസമാകുമ്പോ അതൊരു കുമിളയുടെ ആകൃതിയായിട്ട് ഇതാ മാറുന്നു. മാസേനത് ശിരോദ്വാഭ്യം. ഒരു മാസം കഴിയുമ്പോ ഈ മാംസപിണ്ഡത്തിന് ശിരസ് എവിടെയാ വരേണ്ടത്, കൈ എവിടെയാ വരേണ്ടത്, കാലെവിടെയാ വരേണ്ടത് എന്നൊക്കെ അടയാളത ഉണ്ടാവുന്നു. 3ാമത്തെ മാസമാകുമ്പോഴേക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നു. 5ാമത്തെ മാസമാകുമ്പോഴേക്കും ഈ കുഞ്ഞിന് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹത ഉണ്ടാവുന്നു. വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ കുഞ്ഞ് പറയാനായിട്ട് പുറപ്പെടുമ്പോഴാണ് അവിടെ ഇരുന്ന് അമ്മ ഇങ്ങനെ ഓരോന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുത്രേ. എന്താണ്, എനിക്ക് ഇതുവരെ കഴിച്ചതൊന്നും പോരാ, എനിക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ, ഇന്ന ആഹാരം വേണം എന്നൊക്കെ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? കുഞ്ഞാണ് അവിടെ ഇരുന്നതാവുന്നത്. അപ്പൊ സാത്വികമായിരിക്കുന്ന ആഹാരം ആ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കണം. അങ്ങനെ 9 മാസം കഴിയുന്നതോട് കൂടിയിട്ട് ആ ബുദ്ധി ഉറയ്ക്കുന്നതോടുകൂടി സാക്ഷാൽ ഭഗവാനെ അവിടെ ഇരുന്നു കൊണ്ട് സ്തുതിക്കുന്നു. ഇതൊക്കെ കേട്ട് ഭഗവാൻ അവിടെ നിന്ന് സൂതിമാരുതന്റെ സഹായത്തോടു കൂടിയിട്ട് ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് ഇതാ പറഞ്ഞയക്കണം. അങ്ങനെ കമന്ന് കിടക്കണു. പിന്നെ മുട്ടുകുത്തി, പിന്നെ 1ാം ക്ലാസ്സായി. അങ്ങനെ വലുതായി വരുന്ന സമയത്തും ഈ മായാബന്ധം കൊണ്ട് നമ്മൾ ഭഗവാനെ ഇതാ മറക്കും. അതുകൊണ്ട് അമ്മയെ കിട്ടിയതായിരിക്കുന്ന മനുഷ്യജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്രയും ദുർലഭമാണ്. ദുർലഭോ മാനുഷോ ദേഹോ. വളരെ ദുർലഭമായിട്ട് മാത്രമാണ് മനുഷ്യജന്മത്തിനെ ഭഗവാൻ നമുക്ക് ഇതാ പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം? മനുഷ്യത്വം.
മുമുക്ഷുത്വം മഹാപുരുഷ സംശയാ. മുമുക്ഷുക്കളായിട്ട് മോക്ഷത്തിലേക്ക് എത്തിച്ചേരേണ്ടവനാണ് ഞാൻ എന്നുള്ള ഭാവത്തോടു കൂടി ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരൂ. ഉദ്ധ്വ ജീവഗതി ജ്ഞാത്വ, തനിക്ക് കിട്ടിയതായിരിക്കുന്ന ബുദ്ധി കൊണ്ട് ഈ ജീവഗതിയെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം, ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷ നേടണേ എന്നുള്ള ഭാവത്തോടു കൂടി ഭഗവാനെ ഉപാസിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഉപദേശങ്ങൾ മുഴുവൻ ഇതാ സമർപ്പിച്ചു. ആ ദേവഭൂതി ദേവിക്ക് മനസ്സിലായി, ഇതുവരെ എനിക്ക് ഉപദേശം തന്നതായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനാണല്ലോ. പണ്ട് പ്രളയത്തില് ആലിലെ കണ്ണനായിക്കൊണ്ട് ഞങ്ങളെ മുഴുവനും ഇതാ അനുഗ്രഹിച്ചത് ആ ഭഗവാൻ തന്നെയല്ലേ എന്റെ ഉദരത്തിലതാ വന്നതാ പറന്നത്. ഏതൊരു ഭഗവാന്റെ തിരുനാമം ഒരിക്കൽ ഒരു പ്രാവശ്യം ജപിക്കുന്ന സമയത്ത് തന്നെ എല്ലാവിധ ദുഃഖങ്ങളെയും ഭഗവാൻ ഇതാ ഇല്ലാതാക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ പാദങ്ങളിലേക്ക് വീണ് നമസ്കരിക്കണു എന്ന് പറഞ്ഞ് നമസ്കരിച്ച് സിദ്ധിത എന്ന പേരായ ഒരു നദിയായിട്ട് ആ ദേവഹൂതി ദേവി ഒഴുകിയത യാത്രയായി. ആ സ്ഥലത്തിനാണ് സിദ്ധപദം എന്നതാ പറയുക. ഇന്നും കപിലവാസുദേവര് വടക്ക് ഭാഗത്ത് നിന്ന് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃതീയ സ്കന്ധം പറഞ്ഞ് സമർപ്പിച്ചത്. നമ്മളെയും എല്ലാ വാക്കുകളും സാക്ഷാൽ ഭഗവാനിതാക്കിയിട്ട് ഭഗവാൻ സന്തോഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് അനവധി ആളുകൾക്ക് ആ ഭാഗവത പ്രഭാഷണമൊക്കെ കേൾക്കാനായിട്ട് സാധിച്ചു. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഓൺലൈനിലും അനവധി ആളുകൾക്ക് ഈ പ്രഭാഷണമൊക്കെ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യത്തിനെയും സാക്ഷാൽ ഭഗവാൻ പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ച് ഈ കാര്യക്രമത്തിലേക്ക് നമുക്ക് കൃഷ്ണ കൃഷ്ണ മുകുന്ദ